മാമിൻ്റെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികളോട് എങ്ങനെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക, എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുക, അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഷൗട്ട് ചെയ്യരുതെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ മോസ്റ്റ് ഓഫ് ദി പാരൻസും ദേഷ്യം വരുമ്പോൾ അങ്ങനെ അറിയാണ്ട് ഷൗട്ട് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ്സും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പിന്നെ അവർ വരുമ്പോൾ മൊബൈലൊക്കെ ഒഴിവാക്കി അവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ലുബിന ഇതിൽ പോയിന്റ് വൈസ് ആയിട്ട് തന്നെ എല്ലാം നോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതും താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ക്യാൻ യു ഹിയർ മീ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എൻ്റെ സൗണ്ട്? ആരെങ്കിലും ഒന്ന് മറുപടി പറയൂ. ആം ഐ ഓഡിബിൾ? ഓക്കെ, സെബീന തംസ് അപ്പ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ യാ, ഈ ഒരു ടൈം ഭയങ്കര ചാലഞ്ചിങ് ടൈമാണ്. ഒരുപാട് പേര് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ ലൈവിൽ കാണുന്നില്ല. എനിവേ, നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് പേരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വെബിനാർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, കണക്ഷൻ ബിഫോർ കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെയൊക്കെ അറിവിലോട്ട് നമ്മുടെ ഈ ഒരു സെഷൻ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വീഡിയോയോ ഒക്കെ ടേൺ ഓഫ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ടേൺ ഓഫ് ചെയ്യാം, നോ പ്രോബ്ലം. അതർവൈസ് യു വിൽ ബി റെക്കോർഡഡ് വിത്ത് ദാറ്റ് ആക്ച്വലി. അപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ അവർക്കൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു കൊടുക്കാം. ലിങ്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അവർക്കായിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. വിത്തിൻ 2 or 3 minutes we will start the session. Okay, so yeah, we will start our session. നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാനും കാണാനും ഒക്കെ കഴിയുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ഇൻട്രപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക കേട്ടോ. അപ്പോൾ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഓക്കെ, താങ്ക് യു. പലരും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ചാലഞ്ചിങ് ടൈം ആണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. സോ വൺസ് അഗെയിൻ വെൽക്കം എവ്രി വൺ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. അപ്പം ഇന്നത്തെ നമ്മുടെ ടൈറ്റിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കണക്ഷൻ ബിഫോർ കറക്ഷൻ എന്നുള്ളതാണ് അല്ലേ? അപ്പം ആദ്യം തന്നെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഐ എം നസിയ കുന്നുമ്മൽ, ചീഫ് സൈക്കോളജിസ്റ്റ് ആൻഡ് പാരന്റ് കോച്ച്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഞാനൊരു റിസർച്ച് സ്കോളർ കൂടിയാണ് കൗൺസിലിംഗ് സൈക്കോളജിയിൽ. അപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പാരന്റിങ്ങിനെ കുറിച്ച് എപ്പോഴും എല്ലാവർക്കും ആശങ്കയുള്ള ഒരു മേഖല തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ എങ്ങനെ ഒരു കുട്ടിയെ നറിഷ് ചെയ്യണം എന്നുള്ളത് എപ്പോഴും എല്ലാവർക്കും ഡൗട്ട്ഫുൾ ആണ് അല്ലെ? അപ്പൊ ഇന്നത്തെ സെഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് കൺട്രോൾഡ് ബേസ്ഡ് പാരന്റിങ്ങിൽ നിന്നും കൺട്രോൾഡ് ബേസ്ഡ് പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ കൺട്രോൾ ചെയ്യുക, മക്കളെ എപ്പോഴും ഇങ്ങനെ കൺട്രോൾ ചെയ്ത് അവരെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് എന്ന് എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ് ബേസിക്കലി. അപ്പൊ അതിനെ കൊണ്ട് തന്നെ ആ ഒരു ഫ്രസ്ട്രേഷൻ, ആ ഒരു കൺട്രോളിങ്, കാരണം അവർ ചെറിയ കുട്ടികളാണ് അല്ലേ, കുഞ്ഞു മക്കളായതുകൊണ്ട് തന്നെ നമുക്കവരെ മറ്റാരെയും കൺട്രോൾ ചെയ്യാൻ, നമ്മൾ ഹസ്ബൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വീട്ടിലത്തെ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഇങ്ങോട്ട് ഒന്നും ചെയ്യാതെ അത്യാവശ്യം നമുക്ക് നമ്മുടെ എല്ലാ ഒരു എന്താ പറയാ കരുത്തും ശക്തിയും ദേഷ്യവും ഇറിറ്റേഷനും ഒക്കെ കാണിക്കാൻ പറ്റുന്നത് മക്കളോടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ ഫ്രസ്ട്രേഷൻസും, സ്നേഹമൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഫ്രസ്ട്രേഷൻസ് ഒക്കെ ആദ്യം കാണിക്കുന്നത് ഈ ചെറിയ മക്കളോടാണ്. അപ്പം കൺട്രോൾഡ് ബേസ്ഡ് പാരന്റിങ്ങിൽ നിന്നും കണക്ഷൻ ബേസ്ഡ് പാരന്റിങ്ങിലോട്ട് എങ്ങനെ നമുക്ക് നീങ്ങാം എന്നുള്ളതിന്റെ ഒരു ചെറിയ ഒരു രൂപരേഖ തരാനാണ്. എല്ലാം കൂടെ ഒന്നും നമുക്കൊരു വെബിനാറിൽ കഴിഞ്ഞോളണമെന്നില്ല. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ബോർഡിൽ കാണാൻ കഴിയും, നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പൊ അതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചോദിക്കാം. അപ്പൊ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീഡിയോയും അതുപോലെ തന്നെ നിങ്ങളുടെ ഓഡിയോയൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക.
നിങ്ങളുടെ സൗണ്ടുകളും മറ്റുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ മക്കളോട് സംസാരിക്കുന്നതോ ഭർത്താവിനോട് സംസാരിക്കുന്നതോ ഒക്കെ ചിലപ്പം പെട്ടെന്ന് ഇങ്ങ് റെക്കോർഡഡ് ആയി വരും. അപ്പൊ അതൊക്കെ നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യുക കേട്ടോ. നിങ്ങൾക്കൊരു മൈക്കിന്റെ ബട്ടണും വീഡിയോയുടെ ബട്ടണും ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യുക. റെക്കോർഡ് ചെയ്തതിന് ശേഷം അയ്യോ എൻ്റെ വീഡിയോ ടേൺ ഓൺ ആണ്, ഞാൻ ബെഡിൽ കിടക്കായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ കൂട്ടെ ഇത് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾ ഓക്കെ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണോ ഇരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ കുറച്ചൊരു സൈക്കോളജിക്കൽ ടൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ന്യൂറോ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡീപ്പർ ബോണ്ട് കുട്ടികളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സെഷൻ വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം ഫസ്റ്റ് നമുക്കിവിടെ കാണാം പവർ ഓഫ് കണക്ഷൻ എന്നുള്ളതാണ്. അപ്പം എന്താണ് കണക്ഷൻ എന്നുള്ളത് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? കുറച്ചൊരു ഇന്ററാക്റ്റീവ് സെഷൻസ് ആയാലും കുറച്ചും കൂടി നന്നായിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് പറയുക, എന്താണ് വാട്ട് യു മീൻ ബൈ കണക്ഷൻ എന്ന്. ആർക്ക് പറയാൻ പറ്റും? എന്താണ് നിങ്ങൾ കണക്ഷൻ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യെസ്, വാട്ട് യു മീൻ ബൈ കണക്ഷൻ? എനിവൺ? മലയാളത്തിൽ എന്താണോ നിങ്ങൾക്ക് ഈ കണക്ഷൻ എന്ന് പറഞ്ഞ വേർഡും പാരന്റിങ് തമ്മിലുള്ള ഒരു ബന്ധം എന്നുള്ളത് നിങ്ങളുടേതായിട്ടുള്ള വാക്കിൽ ഒന്ന് പറയാൻ പറ്റുമോ? യെസ്. I feel it is the emotional attachment with that particular person. യെസ്, അതായത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്നുള്ളതിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് കണക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? സോ ഇമോഷണൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതാണ് നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് നോക്കുന്നത്. നമ്മൾക്ക് എപ്പോഴും ധൃതി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ബിസിയാണ്, എപ്പോഴും മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വല്ലാത്തൊരു തത്രപ്പാടിലാണ് നമ്മൾ മൊത്തം ഇരിക്കുന്നത്. എല്ലാ ബന്ധങ്ങളിലും നോക്കിയാലും നമുക്ക് മറ്റൊരാളെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു പ്രവണതയാണ് കൂടുതൽ കാണുന്നത്. സോ ദ പവർ ഓഫ് കണക്ഷൻ നമ്മൾ എല്ലാ ബന്ധങ്ങളിലും തിരിച്ചറിയണം. അതിൽ കൂടുതൽ നമ്മളൊരു മദർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ടീച്ചർ എന്നുള്ള രീതിയിലോ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ദ പവർ ഓഫ് കണക്ഷൻ ആണ്. അപ്പൊ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇമോഷണൽ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എൻ ഇമോഷണൽ ബ്രിഡ്ജ് ദാറ്റ് അലൗസ് അവർ ചിൽഡ്രൻ ടു ഫീൽ സേഫ്. നമ്മളുടെ മക്കൾ, അത് നമ്മുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളായിരിക്കാം, ആര് തന്നെ ആയാലും അവരുമായിട്ടുള്ള ഒരു ഇമോഷണൽ ബ്രിഡ്ജ് നമുക്ക് വേണം, അല്ലെ? ഇമോഷണൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാലം വേണം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പാസ് ചെയ്യാൻ. പാലം ഇല്ലാണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തിലോട്ട് എടുത്ത് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? ഒരു പാലം ഇല്ല. ഈ രണ്ട് ഹില്ലിന്റെ സൈഡിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഒരാള് അങ്ങോട്ട്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ ആർട്ടിസ്റ്റിക് ടാലൻസ് ഒക്കെ, അല്ലേ? അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആൾക്കാരിൽ നമ്മൾ പാലം ഇല്ലാണ്ട് എടുത്ത് ചാടാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നെ നമ്മൾ ഈ പടുകുഴിയിലോട്ട് വീഴാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കുന്ന ആളുടെ, അതൊരു കുട്ടിയായിരിക്കാം, ആ കുട്ടിയുടെ കൈമ തൊട്ടില്ല, ആ കുട്ടിയും കൂടി വലിച്ച് നമ്മൾ ഈ പടുകുഴിയിലോട്ട് ഇടും. അപ്പം എന്താണ് വേണ്ടത്? ഇവിടെ നമുക്കൊരു സേഫ് ആയിട്ടുള്ളൊരു പാലം വേണം, അല്ലേ? അപ്പൊ ഏത് ബന്ധത്തിലും ഒരു ഇമോഷണൽ ബ്രിഡ്ജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണ് നമ്മൾ ഈ ഇമോഷണൽ ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടാതിരിക്കുമ്പോഴാണ് എപ്പോഴും ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരുന്നത്. അത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷെ ഒരു കുട്ടിയുടെ കേസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മുതിർന്ന ആൾക്കാരിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് പറയാം, പക്ഷെ ഒരു കുട്ടിയുടെ കേസിൽ നമ്മൾ ഒരുപാട് അങ്ങോട്ട് കൊടുക്കേണ്ട ആൾക്കാരാണ്. ഓക്കെ, അപ്പം എന്തിനാണ് നമ്മൾ ഈ ഇമോഷണൽ ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുട്ടികൾക്ക് ദേ ഷുഡ് ഫീൽ സേഫ് ആക്ച്വലി. അവർക്കൊരു സേഫ്റ്റി, സെക്യൂരിറ്റി. നമ്മുടെ സെഷനിൽ വരുന്ന ഒട്ടുമിക്ക കുട്ടികളും അവരുടെ മെയിൻ പ്രശ്നം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കേസ് ഹിസ്റ്ററിയോ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പ്രശ്നങ്ങളായിട്ട് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ടീനേജേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രോക്കൺ ഫാമിലിയിൽ നിന്നായിരിക്കും അവർ മിക്കവാറും വരുന്നത്. അവർ ചിലപ്പോൾ നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരായിരിക്കാം, അവരുടെ പാരൻസ്, അല്ലെങ്കിൽ നല്ല വെൽ ടു ഡു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒക്കെ ആയിട്ട് എല്ലാ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സും കാര്യങ്ങളും ഫെസിലിറ്റീസും ഒക്കെ ഉള്ള വീട്ടിൽ നിന്നായിരിക്കും അവർ വരുന്നത്. നല്ല വലിയ വലിയ വീടുകളിൽ നിന്നോ ഫിനാൻഷ്യൽ സ്ട്രെയിൻ ഒന്നും, നിങ്ങൾക്ക് എന്താ ഉള്ളത്, എല്ലാ അനുഗ്രഹങ്ങളും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ എല്ലാം ഉണ്ട് എന്ന് പറയാം.
പറയുന്ന ഒരു ഫാമിലിയിൽ നിന്നായിരിക്കും വരുന്നത്. പക്ഷെ ആ കുട്ടി സംസാരിച്ച് തുടങ്ങുമ്പോൾ, അവരുടെ ഇന്നർ വേൾഡ് സംസാരിച്ച് തുടങ്ങുമ്പോൾ അതിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. പാരന്റ്സ് തമ്മിലുള്ള ഒരു ഒരു എന്താ പറയാ സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷൗട്ടിങ് ഉണ്ടാവും. ഇതിൽ പേടിച്ച് വളരുന്ന കുറെ കുട്ടികളാണ് നമ്മുടെ മുന്നിൽ ക്ലയൻസ് ആയിട്ട് മുതിർന്നിട്ടും വരുന്നത്, അതുപോലെ തന്നെ കുട്ടികളായിട്ട് വരുന്നതും ടീനേജേഴ്സ് ആയിട്ട് വരുന്നതും. എല്ലാവരുടെയും ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും പ്രശ്നം അവരുടെ ചൈൽഡ്ഹുഡാണ്. അപ്പൊ ചൈൽഡ്ഹുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് നമ്മൾ ഓരോ അമ്മമാരും ടീച്ചേഴ്സും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം എന്തിനാണ് ഇമോഷണൽ ബ്രിഡ്ജ് എന്ന് നമ്മൾ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ, ടു ഫീൽ സേഫ്, അതായത് ഈ കുട്ടിക്ക് നല്ല സേഫ്റ്റി ഫീൽ ചെയ്യണം. അതുപോലെ തന്നെ ആ കുട്ടി എപ്പോഴും ഹേർഡ് ആണ്, അതായത് എപ്പോഴും ഞാൻ വാല്യൂഡ് ആണ്, ഐ എം ഫീലിംഗ് ഹേർഡ്, എന്നെ കേൾക്കാൻ ആളുണ്ട്. ഈ കേൾക്കാൻ ആളില്ലാത്ത വീട്ടിൽ നിന്നാണ് പലപ്പോഴും, അതായത് നമ്മൾ നമ്മുടെ ബിസി വേൾഡിലായിരിക്കും എപ്പോഴും, അതായത് ജോബ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രെസ്സസിലൊക്കെ ആയിരിക്കും. പക്ഷെ ഇവരെ കേൾക്കാൻ ആര് വേണം? പുറമെ നിന്നുള്ള ആൾക്കാർ വരും. അപ്പോഴാണ് വേണ്ടാത്ത കുറെ ബന്ധങ്ങളിലൊക്കെ ചെന്നപ്പെടുന്നത്. അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ എസ്പെഷ്യലി നമ്മൾ അവര് എന്താണോ പറയുന്നത് അത് നമ്മൾ കേൾക്കാൻ നമ്മുടെ ചെവി കടം കൊടുക്കുക എന്നുള്ളത് വളരെ അത് വെറുതെ എന്ന് പറഞ്ഞിരിക്കുക എന്നുള്ളതല്ല. ശരിക്കും എംപത്തറ്റിക് ലിസണിങ് എന്നുള്ള ഒരു കാര്യം അവിടെ കൊണ്ടുവരിക. അവര് പറയുന്ന കാര്യത്തിൽ നിന്ന് ഒന്ന് കൊച്ചു കൊച്ചു ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങോട്ട് ചോദിക്കുക. എന്നിട്ട് ആ ഫ്രണ്ട് എന്ത് പറഞ്ഞു, ആ ഫ്രണ്ട് ഏതൊരു ഫ്രണ്ടിന്റെ പേരാണോ അവർ പറയുന്നത്, ആ ഫ്രണ്ടിന്റെ പേര് എടുത്തിട്ട് അങ്ങോട്ട് ചോദിക്കുക. എന്നിട്ട് എന്തായി, അതായത് നമ്മൾ ഇൻട്രസ്റ്റോടെ കേൾക്കും. വെറുതെ എന്ന് പറഞ്ഞ് നമ്മൾ മൊബൈലിൽ എങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കേൾക്കലാവില്ല. ഓക്കെ, അത് ഡിസ്റെസ്പെക്റ്റ് ആണ് ബേസിക്കലി. ഒപ്പം ഇരിക്കുന്ന ആൾക്കാർ പറയുന്നത് കേൾക്കാണ്ടേ നമുക്ക് തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാം. സോ ഇമോഷണൽ ബ്രിഡ്ജ് വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർ 3 റീസൺസ്. ആ 3 റീസൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്ന്, ഫോർ ക്രിയേറ്റിംഗ് സേഫ്റ്റി, ഒരു സുരക്ഷിതത്വം. അത് ഇല്ലെങ്കിൽ അത് ഇൻസെക്യൂരിറ്റീസിലോട്ട് വളരും. ഓക്കെ, ഇൻസെക്യൂരിറ്റി ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ കുട്ടികളെ കേൾക്കുക എന്നുള്ള ഒരു കാര്യം, അത് ഇമോഷണൽ ബ്രിഡ്ജ് കണക്ട്. നമ്മൾ ഒരു ഫ്രണ്ടിനോട് ഇമോഷണലി കണക്റ്റഡ് ആവുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ അവർ പറയുന്ന എന്ത് റബ്ബിഷ്നെസ് ആയാലും നമ്മൾ കേൾക്കും. അവരെന്ത് വേണ്ടാധീനം ആണ് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അറിയാം അത് വേണ്ടാധീനമാണ്. എന്നിരുന്നാൽ പോലും ആ ഒരു ഇമോഷണൽ കണക്ഷൻ കൊണ്ട് നമ്മൾ ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഫീലിംഗ് വാല്യൂഡ് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ഈ ഒരു 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇമോഷണൽ ബ്രിഡ്ജ് നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇമോഷണലി സെക്യൂർ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മൾ ഈ കണക്ഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ കണക്റ്റിംഗ് വയർ എന്ന് പറയുന്നത് ഇമോഷണൽ ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതില്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ് ആക്ടിവേറ്റ്സ് തിങ്കിങ്. നമ്മൾ ഇമോഷണലി കണക്റ്റഡ് കുട്ടികളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയാൽ ഇറ്റ് ആക്ടിവേറ്റ്സ് തിങ്കിങ് എന്നുള്ളതാണ്. ചിന്തകൾക്ക് അവർക്ക് എന്ത് ചെയ്യും, കൂടുതൽ ആക്കം കൊടുക്കാൻ കഴിയും. അവരുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എൻഗേജ്ഡ് ആവും. ഇമോഷണൽ കണക്ഷൻ, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. അതുകൊണ്ടാണ് ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് വളരാത്ത കുട്ടികളിൽ എപ്പോഴും അവർക്ക് ഭാവിയിൽ നല്ല നല്ല ബന്ധങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയില്ല, ഡെസിഷൻ മേക്കിങ്സ് ഉണ്ടാവാറില്ല. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളിലൂടെ അവര് പോവാറുണ്ട്. വഴിവിട്ട ബന്ധങ്ങളിലോട്ട് അവർ എത്തിപ്പെടുക, ഇങ്ങനത്തെ കുറെ പ്രോബ്ലംസിലോട്ട് കുട്ടികൾ എത്തുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഏത് ശരി ഏത് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് ഈ ഇമോഷണൽ കണക്ഷൻ ലാക്കിംഗ് ആയിരിക്കുന്ന സമയത്താണ്. ഓക്കെ, ഒരു ചെറിയൊരു കേസ് സ്റ്റഡി നമുക്ക് വെറുതെ ഒരു എക്സാമ്പിളിന് ഇവിടെ പറയാം. ഫിൻലീസ് അപ്രോച്ച്. ഇവിടെ നമുക്ക് ഒരു ഫിൻലി എന്ന് പറഞ്ഞ ഈ ഒരു കുട്ടിയോട്, ഒരു കുട്ടി പബ്ലിക് ടാൻട്രം കാണിക്കുകയാണ്. പബ്ലിക് ടാൻട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് കടകളിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും അല്ലെ, കുട്ടികൾ ഭയങ്കരമായിട്ട് പിടിവാശി പിടിക്കും ചില കാര്യങ്ങൾക്കൊക്കെ. പ്രത്യേകിച്ച് കടകളിലൊക്കെ ആകുമ്പോൾ അവരവരുടെ എല്ലാ വാശിയും കാണിക്കും. സോ ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി വല്ലാണ്ട് ടാൻട്രം കാണിക്കുകയാണ്, പിടിവാശി കാണിക്കുകയാണ്. അതായത് അവിടെ നിന്ന് ഒച്ചപ്പാടും ബഹളവും കരച്ചിലും ഒക്കെ. അപ്പം ഈ ഒരു ഫിൻലി എന്ന് പറയുന്ന സ്ത്രീ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ അടുത്തോട്ട്, നമ്മൾ പൊതുവെ എന്ത് ചെയ്യും, നമ്മളെപ്പോഴും കുട്ടികളെ നോക്കുന്നത് ഇപ്പൊ ഇതാണ് നമ്മൾ എന്ന് കരുതി. ഓക്കെ, ദിസ് ഈസ് യു ആസ് എ മദർ ആൻഡ് ദിസ് ഇസ് എ ചൈൽഡ്. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് അവരെ നോക്കുക അല്ലെ. നമ്മുടെ ഐസൈറ്റ് എപ്പോഴും ഇങ്ങനെയാണ്. കാരണം കുട്ടി ചെറുതാണ്, നമ്മൾ കുറച്ച് നീളം ഉണ്ടാവും അല്ലെ. അപ്പം
ആ ഹൈറ്റ് ഡിഫറൻസിൽ നമ്മൾ എപ്പോഴും അവരെ ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ താഴോട്ടാണ് നോക്കുന്നത്. കുട്ടിയുടെ വിഷൻ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും കുട്ടിയുടെ വിഷൻ വരുന്നത്. അതായത് ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരാളുമായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അതോറിറ്റേറിയൻ പവറുമായിട്ട് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും ഈ കുട്ടി നമ്മളെ നോക്കുന്നത്. അപ്പൊ പൊതുവെ നമ്മൾ എപ്പോഴും, നിങ്ങൾ ഫിലിംസിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, അതായത് കുട്ടികളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ടീച്ചേഴ്സോ മറ്റുള്ളവരൊക്കെ ചെറിയ കുട്ടികളോട് സംസാരിക്കുന്ന അവരൊന്ന് നീൽ ഡൗൺ ചെയ്യും. അതായത് മുട്ടുകുത്തി ഒന്ന് ഇരിക്കും. എന്നിട്ട് അവരുടെ ഐസൈറ്റ് ലെവൽ വരെ അവരുടെ കണ്ണുകളും എന്താണ് ഒരു ഐസൈറ്റ് ലെവലിലോട്ട് കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. അവരുടെ ഉയരം കൊണ്ട് അവർ എത്ര നീൽ ഡൗൺ ചെയ്താലും അവർ ആ ഒരു ഒന്ന് താഴാൻ തയ്യാറായിരിക്കും. ഓക്കെ, എന്നിട്ടാണ് അവര് എന്ത് പറയാ, അവര് പറയുന്നത് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് അത് പെട്ടെന്ന് പ്രോസസ് ചെയ്യാൻ കഴിയുമെന്നാണ് സൈക്കോളജി പറയുന്നത്. അതായത് നമ്മൾ ആ കുട്ടിയോട് പറയാം, യു ആർ അപ്സെറ്റ് റൈറ്റ് നൗ, അല്ലേ, എനിക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട് അല്ലേ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ, അതായത് ആദ്യം ആ കുട്ടിയുടെ വിഷമത്തിനെ അക്നോളജ് ചെയ്യുക, പ്രയാസത്തിനെ, എനിക്ക് ആ സാധനം വേണം ആ സാധനം വേണം എന്ന് പറയുമ്പോൾ ഈ ഒരു സിസ്റ്റം ഒന്ന് ചെയ്തു നോക്കുക. കുട്ടിയെ രണ്ട് കൈ കൊണ്ട് ഒന്ന് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് കുട്ടിയുടെ ഒരു ഐസൈറ്റ് ലെവലിൽ നമ്മൾ അവിടെ ഇരിക്കാൻ നോക്കുക പറ്റുമെങ്കിൽ. അല്ലെങ്കിൽ കുട്ടിയെ ഒന്ന് മാറ്റി കൊണ്ടുപോയിട്ട്, വലിച്ചു കൊണ്ടുപോകാണ്ട് സോഫ്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ, എനിക്കറിയാം നിനക്ക് ആ സാധനം വേണമെന്ന്, ഓക്കെ, പക്ഷെ ഇപ്പം എന്താണോ നിങ്ങളത് വാങ്ങിക്കൊടുക്കാത്ത അതിന്റെ റീസൺ വളരെ ഇമോഷണലി വല്ലാണ്ട് ഒരു ഇതില്ലാണ്ട്, അതായത് വല്ലാണ്ട് ഔട്ട് ബേഴ്സ്റ്റ് ഇല്ലാണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് കാം ഡൗൺ ചെയ്തതിന് ശേഷം ഈ കാര്യം ഒന്ന് പറയാം. യു ആർ അപ്സെറ്റ് ആർന്റ് യു എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഐ എം ഹിയർ, ഞാൻ ഇവിടെ ഉണ്ട്, നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം എന്ന് പറയാം. അങ്ങനെ ഈ ഇമോഷണൽ വാലിഡേഷൻ കുട്ടികൾക്ക് കിട്ടുമ്പം മാർക്കറ്റ് പ്ലേസിലായാലും എവിടെയായാലും അവരൊന്ന് ഹേർഡായി എന്നുള്ള രീതിയിലും അമ്മയായാലും അച്ഛനായാലും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിങ്ങും എന്താണ് ന്യൂറോ സയൻസ് പ്രകാരം അത് ഇവരുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെ ആക്ടിവേറ്റ് ചെയ്യുകയും അവരുടെ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കിങ് ബ്രെയിൻ എന്നാണ് ഇതിനെ പറയുന്നത്. കുട്ടികളിൽ ധാരയെ വളർത്തുക എന്നുള്ള ഒരു ബ്രെയിനാണ് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ തിങ്കിങ് ബ്രെയിനിനെ ഇത് ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ കുട്ടികളും എന്താ പറയാ, ചിന്തിക്കാൻ തുടങ്ങും. ഇറ്റ് വിൽ ഹെൽപ്പ് ദ ചിൽഡ്രൻ ടു ലിസൺ ആൻഡ് ലേൺ ബെറ്റർ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ആദ്യം കണക്ട് ചെയ്യാൻ തയ്യാറാണ്, നമ്മൾ അവരെ കൺട്രോൾ ചെയ്യണതിന്റെ മുന്നേ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഏറെക്കുറെ, അതിപ്പം ഇന്ന് തന്നെ പോയി ട്രൈ ചെയ്ത് ഇന്ന് തന്നെ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നല്ല. കുട്ടി ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും, ഓ ഇങ്ങനെയൊന്നും അല്ലല്ലോ അമ്മ എന്നോട് സംസാരിക്കാറ്, അച്ഛനും ആദ്യം തന്നെ ഷൗട്ട് ചെയ്യാറാണ്, എനിക്ക് 2 അടി തരാറാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും കുട്ടി ആദ്യം ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. കാരണം നമ്മുടെ പാറ്റേൺ മാറുകയാണല്ലോ. അപ്പം അതിന് ഈ ഒരു ട്രാൻസിഷൻ പീരീഡിലും നിങ്ങൾക്കായിട്ടൊരു ഒരു സമയം കൊടുക്കുക. കുട്ടി നിങ്ങളുടെ ഈ ഒരു പുതിയ ബിഹേവിയറിനെ മനസ്സിലാക്കാനും അതിന്റെ ഞാൻ ഇങ്ങനെ മുട്ടുകുത്തി എന്നിട്ടൊന്നും വലിയ കാര്യമില്ല എന്നുള്ള ഒരു ജഡ്ജ്മെന്റിലോട്ട് എത്താതെ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട ഒരു സമയം കൊടുക്കുക. ഇതാണ് വരുന്ന ഒരു കാര്യം. കുട്ടികൾ അത് പെട്ടെന്ന് അതിനോട് യൂസ്ഡ് ആവുകയും അവരവരുടെ സ്വഭാവത്തിൽ മാറ്റം കൊണ്ട്, കാരണം നിങ്ങളാണ് മോഡലിംഗ് കാണിച്ചു കൊടുക്കുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ ഷൗട്ടിങ്ങും കൺട്രോളിങ്ങും ഒക്കെ വെച്ച്, കാരണം ഇതേ കുട്ടികൾ നാളെ വളർന്നു വരുമ്പോൾ അവരെന്ത് ചെയ്യും, ഇതേ ഷൗട്ടിങ്ങും കൺട്രോളും ഒക്കെ ആയിരിക്കും അവർക്ക് പിന്നീട് അവര് എന്ത് ചെയ്യുക, അവരുടെ ബന്ധങ്ങളിൽ കാണിക്കുക. അപ്പൊ ഇത് നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ കുട്ടികളോട് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ നോക്കുമ്പോൾ ഫ്യൂച്ചർ വരാൻ പോകുന്ന ജനറേഷനും കൂടി നമ്മൾ കാണണം. ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പലതും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, നിങ്ങൾക്ക് എവിടുന്ന് ഈ സ്വഭാവങ്ങളൊക്കെ കിട്ടി. നമ്മുടെ പാരന്റ്സിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നോ ഒക്കെ കിട്ടുന്ന ആങ്കർ മാനേജ്മെന്റ് കോപ്പിംഗ് മെക്കാനിസം ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അറിഞ്ഞോ അറിയാതെയോ അത് നമ്മുടെ ബ്രെയിനിൽ ഇൻഗ്രെയിൻഡ് ആയിട്ടുണ്ട്. ഈവൻ പണ്ട് കാലങ്ങളിൽ നമ്മുടെ അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ പറയുന്ന ടേംസ് അടക്കം നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ഇപ്പൊ വിളിച്ചു പറയാറുണ്ട്, നമ്മൾക്ക് ദേഷ്യം വരും. അത് അങ്ങനെയാണ്. കാരണം അത് ആ സമയങ്ങളിൽ നമ്മളോട് പറയുന്ന ഓരോ വാക്കും നമ്മുടെ മനസ്സിൽ അത്രയും ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും മക്കളുടെ മനസ്സിൽ അതുപോലെ ഇൻഗ്രെയിൻഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി വരുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ് ദ ചൈൽഡ്സ് പെയിൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഇതറിയാത്ത പ്രോബ്ലം ആണ് നമ്മൾ പാരൻസിൽ മിക്കവാറും കാണുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും കുട്ടി കേൾക്കുന്നില്ല,
അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, ഇങ്ങനെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റോ ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ ആരും ഡോക്ടേഴ്സോ മറ്റുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല സ്കൂളിലോ കാര്യങ്ങളോ, അല്ലെങ്കിൽ പഠിക്കാൻ കഴിയാത്ത കുറെ പാരന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ്, കല്യാണം കഴിയുന്നു, മക്കളാവുന്നു, അല്ലെങ്കിൽ ഒരു കോഴ്സ് ചെയ്യുന്നു, ടീച്ചർ ആവുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല. അപ്പം പൂർണ്ണമായിട്ട് അതിന്റെ ഒരു ഫുൾ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടിക്കാണില്ല. അപ്പൊ അതിനെ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും അറിയില്ല എന്ന്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഒരു mid-20s ഓക്കെ. അപ്പൊ ചൈൽഡ്സ് ബ്രെയിൻ ആർ സ്റ്റിൽ ഡെവലപ്മെന്റ്. നിനക്ക് എന്താ തലച്ചോറില്ലേ, നിനക്ക് ബുദ്ധി ഇല്ലേ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ കുട്ടികളോട് തമാശയ്ക്കോ ദേഷ്യത്തിലോ ഒക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ ആണ് ആ ഫൂളിഷ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്കാണ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാത്തത് എന്ന് നമ്മൾ തന്നെ നമ്മളോട് പറയേണ്ടി വരും. കാരണം എന്താണ്, കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ നിനക്കെന്താ ബുദ്ധി ഇല്ലേ, ഇതൊക്കെ ആലോചിച്ച് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നതിനെ കൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല. ഒരു 20 വയസ്സ് mid-20s ഒക്കെ ആവുമ്പോൾ വരെ അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു ടൈമാണ്. സോ ചിൽഡ്രൻസ് ബ്രെയിൻ ആർ സ്റ്റിൽ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കുമ്പോൾ അവരുടെ കയ്യും കാലും എല്ലാ ഫീച്ചേഴ്സും വളർന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം എന്ത്, അവരുടെ ബ്രെയിൻ എന്നുള്ളത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്ന്. ഓക്കെ. സ്പെഷ്യലി നമ്മുടെ ആ ലോജിക്കിന്റെ പാർട്ട്, ഓക്കെ, ആ ലോജിക്കിന്റെ പാർട്ടൊക്കെ വളരെ, അതായത് ഈ ഒരു ഭാഗം പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം എന്താണ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അവിടെയാണ് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് നടക്കുന്നത്. ഓക്കെ. അതായത് ഓർഗനൈസ് ചെയ്യാനും പ്രോബ്ലം സോൾവിങ്സിനും ഇമോഷൻസിനും ബിഹേവിയർ കൺട്രോളിനും പേഴ്സണാലിറ്റിക്കും ഒക്കെ വരുന്ന ഭാഗം ഡെവലപ്പ് ചെയ്തുകൊണ്ട്, ഫുള്ളി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ തിങ്കിങ് ബ്രെയിൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ സ്ലൈഡിൽ വരുന്നത്, തിങ്കിങ് ബ്രെയിൻ എന്ന് പറയുന്ന ഭാഗമാണ് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പം അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ കുട്ടിയോട് ചെന്നിട്ട് നിനക്ക് അത് ചെയ്തൂടെ, ഇത് ചെയ്തൂടെ, നിനക്ക് അങ്ങനെ പ്ലാൻ ചെയ്തൂടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. പലപ്പോഴും ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്, കുട്ടിയെ മുതിർന്നവരും ആക്കും, നമ്മൾ ചെറിയ കുട്ടികളാവുകയും ചെയ്യും. നമ്മൾ റോൾസ് സ്വാപ്പ് ചെയ്യാം, മനസ്സിലായില്ലേ? റോൾസ് സ്വാപ്പ് ചെയ്യാറുണ്ട്. അതായത് ദേഷ്യം വരുമ്പോൾ കുട്ടി ടാൻട്രംസ് കാണിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. അവരുടെ ഇമോഷണൽ കൺട്രോൾസും ബിഹേവിയറൽ കൺട്രോളും പേഴ്സണാലിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ. പക്ഷെ അതിനെക്കാട്ടിലും വലിയ പ്രോബ്ലം ആയിട്ടായിരിക്കും അമ്മമാര് കലിതുള്ളി ചാടാറ്, അല്ലെങ്കിൽ അച്ഛന്മാര് കലിതുള്ളി ചാടാറ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് മോശമായിട്ട് ബിഹേവ് ചെയ്യാറ്. കാരണം എന്താണ്, അവിടെ കുട്ടിയാവുന്നത് ആരാണ്? ടീച്ചേഴ്സോ പാരന്റ്സോ ഒക്കെ ആയിരിക്കും. ശരിക്കും ഓപ്പോസിറ്റ് ആണ് വരേണ്ടത്. കാരണം ഇമോഷണൽ ബ്രെയിൻ ഒക്കെ അവർക്ക് വരുന്നേ ഉള്ളൂ. നമ്മൾക്കാണ് ആ കാര്യങ്ങളൊക്കെ, ഫീലിങ്സിനെ പ്രോസസ് ചെയ്യാനും കണക്ഷൻ കൊടുക്കാനും ഒക്കെ ഉള്ള കഴിവ് കൂടുതൽ വേണം. അപ്പൊ നമ്മൾ റോൾസ് സ്വാപ്പ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കുട്ടിയാണെന്നും ഞാനാണ് ഇവിടെ മുതിർന്ന ആള് എന്നുള്ളതും നമ്മൾക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ. കാരണം ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ, ഇപ്പൊ ഒരു കുട്ടി ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. കുട്ടികളുടെ സ്ട്രെസ്, നമ്മളൊരു കുട്ടിക്ക് സ്ട്രെസ്സോ, കുട്ടികൾക്ക് പിന്നെ എന്താ പറയാ, ആ പ്രോബ്ലം, അവർക്കൊക്കെ സ്ട്രെസ് ഉണ്ട്. ഇന്ന് അവർ വല്ലാത്തൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയാം. കാരണം എന്താണ്, ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻസും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയാണ്. ഈ നമ്മളില്ലേ, ഒരു ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് സദ്യ, നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട് എന്നറിയില്ല. അപ്പൊ എനിക്കൊക്കെ പേഴ്സണലി ഒരു സദ്യയൊക്കെ ആരെങ്കിലും വിളമ്പി തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട് ബൊഫേ സിസ്റ്റത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ കൺഫ്യൂസ്ഡ് ആവും. ഏതെടുക്കണം, എന്തെടുക്കണം, എല്ലാം ടേസ്റ്റ് ചെയ്യണം. അപ്പം എന്താണ്, എങ്ങനെ എടുക്കുക, ഏതൊക്കെയാണ് എന്റെ വയറിൽ അതിനുള്ള സ്ഥലം ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ. നേരെ മറിച്ച് കുറച്ച് ഓപ്ഷൻസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓക്കെ, ഇത്രയും ഒരു 2-3 കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്കത് പെട്ടെന്ന് കഴിക്കാനും വലിയ സ്ട്രെസ്സും കൺഫ്യൂഷനും ഉണ്ടാവില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതാണ് ഇന്ന് ഇത്രയും സ്ട്രെസ് ലെവൽ കൂടുന്നത്. ആർക്കും വീട്ടിൽ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുക? നിനക്ക് ആ ബിസിനസ് തുടങ്ങിക്കൂടെ, ഈ ബിസിനസ് തുടങ്ങിക്കൂടെ, നിനക്ക് അങ്ങനെ പൈസ ഏൺ ചെയ്തൂടെ? ഈ ഒരു റെസ്പോൺസിബിലിറ്റി അടിച്ചേൽപ്പിക്കുകയാണ് നമ്മൾ പലരും. ചിലർക്ക് അതൊന്നും വേണ്ട. പക്ഷെ എന്നിരുന്നാലും സമൂഹത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവരുടെ താല്പര്യമുണ്ടെങ്കിൽ ദാറ്റ്സ് അനദർ തിങ്. പാഷൻ എന്നുള്ളത് ദാറ്റ്സ് ഓക്കെ. അപ്പൊ പിന്നെ അവിടെ വല്ലാണ്ട് ഒരു പ്രശ്നം വരുന്നില്ല. പാഷന് പുറമെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് കൂടുന്നത്.
അപ്പൊ ഏത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിന്റെയും മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കൺഫ്യൂഷൻസും അതുപോലെ തന്നെ എന്താണ് സ്ട്രെസ്സും ആണ്. അപ്പൊ ക്ലാരിറ്റി ഇല്ലായ്മയാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂവിന്റെ ആദ്യത്തെ പ്രോബ്ലം. നമുക്കൊരു ക്ലാരിറ്റി കുറവ്, അതിന്റെ ഭാഗമായിട്ട് വരുന്ന കൺഫ്യൂഷൻസ്, ദാറ്റ് കൺഫ്യൂഷൻസ് വിൽ ലീഡ് ടു സ്ട്രെസ്. അത് ബന്ധങ്ങളിലായാലും എന്തിലായാലും ഇതാണ് ആദ്യത്തെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിലോട്ട് ലീഡ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കുട്ടിയുടെ മനസ്സിലാണെങ്കിൽ അച്ഛൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, ഈ ഒരു കൺഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ എന്റെ കസിനേക്കാളും മോശമാണോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മെന്റൽ ഹെൽത്ത് പ്രോബ്ലം അവിടെ മെല്ലെ മെല്ലെ ചെറുതായിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. പിന്നെ കുട്ടി വളരുന്നതിനനുസരിച്ച് അതും വളർന്നുകൊണ്ടിരിക്കും. ഒരു 30s ഒരു 40s ഒക്കെ ഇടയിലാകുമ്പോഴത്തേക്ക് അത് നല്ല എന്താ പറയാ നല്ല രീതിയിൽ അത് പുറത്തോട്ട് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും കൂടി ഒത്തു വന്നു കഴിഞ്ഞാൽ അത് പുറത്തോട്ട് വരികയും ചെയ്യും. ഏറെ കുറെ നമുക്കൊരു 40s ഉള്ളിൽ നമുക്കൊരു ഏത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും എന്ത് ചെയ്യാം, അത് പുറത്തോട്ട് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഇനി വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. അതായത് കുട്ടികള് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജില് എന്താണ് അവർ ചെയ്യുന്നത്, ദ ചൈൽഡ് ഓപ്പറേറ്റ്സ്. എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? അവർക്കൊരു സ്ട്രെസ് വരികയാണെങ്കിൽ അവർ ഈ സർവൈവൽ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുക. സർവൈവൽ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ പൊരുതണോ അതോ നമുക്ക് ഇവിടുന്ന് ഓടിപ്പോകണോ എന്നുള്ളത് അല്ലെ. ഒരു സിംഹത്തിന്റെ മുന്നിലൊക്കെ നമ്മൾ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഈ സിംഹത്തിനെ ഞാൻ എന്താണ് ഫൈറ്റ് ചെയ്ത് ജയിക്കണോ അതോ ഞാൻ ഇവിടുന്ന് ഓടിപ്പോകണോ? ഈ ഒരു 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 റെസ്പോൺസിനെയാണ് ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് റെസ്പോൺസ്. ഇവിടെ പൊരുതണോ അതോ ഞാൻ ഓടിപ്പോകണോ എന്നുള്ള രീതിയിലുള്ള ഒരു സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുക. അപ്പം ഒരു കുട്ടിയെ സംബന്ധിച്ച് അവരുടെ ഈ പ്രശ്നത്തിൽ എന്ത് ചെയ്യും, അവർ സ്ട്രെസ് ടൈമിൽ ഉപയോഗിക്കുന്നതാണ് സർവൈവൽ ബ്രെയിൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ സർവൈവൽ ബ്രെയിനിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടോ? Anyone? ഓക്കെ, അപ്പം സർവൈവൽ ബ്രെയിനിൽ വെച്ചിട്ടാണ് കുട്ടികൾ അവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, അവരുടെ സ്ട്രെസ്സിനെ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരെന്താണ്, അവർ ഒന്നല്ലെങ്കിൽ നമ്മളോട് ഫൈറ്റ് ചെയ്യും, വാശി പിടിക്കും, ടാൻട്രംസ് കാണിക്കും, അല്ലെങ്കിൽ അവർ മെല്ലെ ഒതുങ്ങിക്കൂടും. ഓക്കെ, അപ്പൊ ഈ സർവൈവൽ ബ്രെയിനിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇമ്പൾസീവ് ആണ്. ഓക്കെ, ഇമ്പൾസീവ് എന്നുള്ളതാണ് ഇതിന് പറയുന്നത്. ഇമ്പൾസീവ് റിയാക്ഷൻസ് ആയിരിക്കും സർവൈവൽ ബ്രെയിനിന്റെ ഭാഗമായിട്ട് വരുന്നത്. അതായത് പെട്ടെന്നായിരിക്കും അവർ പെട്ടെന്ന് ഇമ്പൾസിറ്റിവിറ്റി കാണിച്ചുകൊണ്ടിരിക്കും. അതായത് പെട്ടെന്ന് അവര് ചിലപ്പോൾ ബാക്ക് ഫയർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങോട്ട് സംസാരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്ത് എറിഞ്ഞു എന്ന് വരും. അത് അങ്ങനത്തെ ഒരു ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടും. അപ്പൊ ഇമ്പൾസീവ് ആയിരിക്കും. അപ്പൊ ഈ ഒരു സർവൈവൽ ബ്രെയിൻ ഉപയോഗിച്ച് കുട്ടികൾ ബിഹേവ് ചെയ്യുമ്പോഴാണ് ഇപ്പൊ നമുക്ക് കാണുന്ന ഒരു കുട്ടികൾ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന കുറെ കർമ്മങ്ങളൊക്കെ, ഒരു മൊബൈൽ വാങ്ങി വെക്കുമ്പോഴത്തേക്ക് അവർ സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ ധാരാളമായിട്ട് ന്യൂസിലൊക്കെ വായിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാ? അത് ഈ ഇമ്പൾസിവിറ്റി കാരണമാണ്, ഇമ്പൾസീവ് റിയാക്ഷൻസ് കാരണമാണ്. കാരണം അവരുടെ സർവൈവൽ ബ്രെയിനിന് അത് ഹാൻഡിൽ ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും. അതും അഗെയിൻ അതിലും നമ്മൾ വരുന്ന എന്താണ്, നമ്മളുടെ കൺട്രോൾഡ് ബിഹേവിയർ ആണ്. കണക്ഷൻ മുന്നേ ഉണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി ക്ഷമ കാണിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കണക്ഷൻ ആണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇന്നത്തെ നല്ല എല്ലാ കാലത്തും അത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വരും. ഇനി നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ആര്യ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ എന്താണ്, ആര്യ എന്ത് ചെയ്തു, ആ കുട്ടിയുടെ ഒരു ബ്രദറിന്റെ ഒരു ടോയ് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, സോ അതായത് ഈ ഏജ് 7, അതായത് 7 വയസ്സുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ ബ്രദറിന്റെ ടോയ് ബ്രേക്ക് ചെയ്യണം, അതായത് കളിപ്പാട്ടം ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അപ്പം ആ കുട്ടിയുടെ അമ്മ വന്ന്, ആര്യയുടെ അമ്മ വന്ന് ചോദിക്കുകയാണ്, എന്താണ്, ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് ലൈക്ക് വൈ ഡിഡ് യു ഡു ദാറ്റ്, നീ എന്തിനത് ചെയ്തു എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്നതിന് പകരം എന്ത് ചോദിക്കാൻ നമുക്ക് അവിടെ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കാരണം ഈ ബ്രദറിനെ ഈ കുട്ടി, ആര്യ എന്ന് പറഞ്ഞ കുട്ടി അടിക്കുന്നുണ്ട്, ഹിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. കാരണം എന്താണ്, ആ കുട്ടിയുടെ ഒരു ഇഷ്ടപ്പെട്ട ടോയ് എന്ത് ചെയ്യാണ് ആ കുട്ടിയുടെ ബ്രദർ ബ്രേക്ക് ചെയ്യാണ്. എപ്പോഴും നമ്മൾ കാണാം, സിബ്ലിങ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സാധനങ്ങളൊക്കെ അവരൊന്ന് ബ്രേക്ക് ചെയ്യേ
അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരുടെ ഒരു കുട്ടിത്തം നിറഞ്ഞൊരു ബിഹേവിയർ ആണ്. അപ്പൊ നമ്മൾ കയറിയിട്ടാണ് അവിടെ ചെന്നിട്ട് കൂടുതൽ നമ്മളൊരു ഒരു ഒരു എന്താ പറയാ ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്ന രീതിയിലായിരിക്കും. നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കും എന്തിനാടാ നീ അത് ബ്രേക്ക് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ, അല്ലെങ്കിൽ ആര്യ എന്ന് പറഞ്ഞ ആ കുട്ടിയെ ചിലപ്പോൾ തല്ലും, എന്തിനാണ് ബ്രദറിനെ അടിച്ചത് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മളും ചെയ്യുന്നത് ഇത് തന്നെയാവും. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ കുട്ടിയെ ചെന്ന് അടിക്കും. അപ്പം ഇത് ഒബ്സർവിങ് ആയിട്ടുള്ളത് കണ്ടു വളരുന്ന കുട്ടികൾക്ക് അവരുടെ ആങ്കർ മെക്കാനിസം, കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും. ഷൗട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ എന്ത് ചെയ്യും, അവര് വഴക്ക് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും അവരും ഈ ഒബ്സർവ്ഡ് ബിഹേവിയേഴ്സ് ഒക്കെ പുറത്ത് കാണിക്കാറ്. എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ഒന്നും ഉണ്ടാവില്ല. അവർക്കത് പോകെ പോകെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പാരന്റ്സിൽ നിന്നോ, അല്ലെങ്കിൽ അവരൊരു ജോയിന്റ് ഫാമിലിയിലാണെങ്കിൽ ആരെങ്കിലും ഒക്കെ ആങ്കർ എങ്ങനെ കാണിക്കുന്നു, ആ ആങ്കറിനെ പേടിച്ച് മറ്റുള്ളവർ ജീവിക്കുന്നു. അപ്പൊ അത് കാണുമ്പോൾ ഓക്കെ, അപ്പൊ ഇത് കൊള്ളാം, മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ ഒരു ബിഹേവിയർ ആണ് ഏറ്റവും നല്ലത് എന്നുള്ളത് ചിലപ്പം എന്താണ് കുട്ടികളൊക്കെ പഠിച്ചെടുക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, നമ്മൾ ഈ ഒരു കുട്ടിയെ എങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ആദ്യം ആ മോളെ നമ്മൾ ഒന്ന് നീൽ ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ചോദിക്കാം അവരോട് എന്താണ് സംഭവിച്ചത്, ഡിസ്ക്രൈബ് ദ പ്രോബ്ലം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം. ആ സമയത്ത് അവരോട് എംപത്തറ്റിക് ലിസൺ, അവരവരുടെ കാര്യങ്ങൾ, കാരണം ഇനിയിപ്പോ അടിയൊക്കെ കഴിഞ്ഞു. അപ്പം എന്ത് ചെയ്യാം, രണ്ടാളോടും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കാം ഡൗൺ ആയിട്ട്, ആരെയും കുറ്റപ്പെടുത്താണ്ടേ, കാരണം രണ്ടും നമ്മുടെ മക്കളാണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ ആർക്കും ബ്രേക്കിംഗ് വരാത്ത രീതിയിൽ നമ്മൾ അവരെ അടുത്ത് വിളിച്ചിട്ട് നമുക്ക് കാര്യം എന്താന്ന് ചോദിക്കാം. കാരണം ഇനിയിപ്പോ എന്ത് ചെയ്തിട്ടും ആ പൊട്ടിയ സാധനം നേരാവാനും പോകുന്നില്ല, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളിലോട്ട് അത് ലീഡ്, ഇമോഷണലി അതൊരു മുറിവാവാതിരിക്കാൻ നമ്മൾ പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും ശ്രദ്ധിക്കാം. അപ്പൊ അതിന് ഓപ്പൺ ടോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് സ്ട്രെസ് വരുന്നുണ്ട്, ആദ്യം നമ്മൾ കാം ഡൗൺ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ സ്ട്രെസ്ഫുൾ റിയാക്ഷനിൽ ആ സ്ട്രെസ്സിൽ പോയിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സ്ട്രെസ്സും കൂടി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ മൊത്തം വഷളാവും. ചിലപ്പോൾ ജോയിന്റ് ഫാമിലിയിലൊക്കെ ആണെങ്കിൽ മറ്റുള്ളവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ചിലപ്പോ പിന്നെ ഇൻലോസ് ഒക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ അവർ പറയാം അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ്. ചിലവർക്ക് പെൺകുട്ടികളോടൊരു സ്നേഹമായിരിക്കും, ചിലപ്പോൾ ആൺകുട്ടികളോടൊരു സ്നേഹമായിരിക്കും. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഭയങ്കര ടാക്ടിക്സ് ഉപയോഗിച്ചിട്ട് വേണം ബിഹേവ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെ നമ്മൾ അവരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ അവരെ സഹായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം എന്താണ് ഇതിൽ നിന്ന് ആ കുട്ടികളുടെ ബ്രെയിൻ പഠിക്കുന്നത്? എന്താണ്, നമ്മൾക്ക് മനസ്സിലാവണം അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്ന ടൈമാണ്. അവർ സർവൈവൽ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പൊ ബിഹേവ് ചെയ്യുന്നത്. ഇമ്പൾസീവ് റിയാക്ഷൻസ് ആയിരിക്കും ഇവർക്ക് വരിക എന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടായിരിക്കെ, അങ്ങനെ ആവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പ്രശ്നങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളത്. അപ്പം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നോർമലി നമ്മൾ എന്ത് ചെയ്യാണ്, റിയാക്ട് ചെയ്യാറാണ് പതിവ് അല്ലെ. പെട്ടെന്ന് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീ പ്ലസ് ആക്ട്. ആക്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ കണ്ട ഒരു കാര്യത്തിനെ വീണ്ടും നമ്മൾ എനാക്ട് ചെയ്യാണ്. റിയാക്ട്, നമ്മൾ വീണ്ടും എന്താണ് അതുപോലെ ബിഹേവ് ചെയ്യാം. കുട്ടികൾ വലിച്ചെറിയുന്നു, നമ്മളും വലിച്ചെറിയുന്നു, സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുന്നു, ദേഷ്യപ്പെടുന്നു, കുട്ടി ഒന്ന് ഷൗട്ട് ചെയ്യുന്നു, അമ്മ രണ്ട് ഷൗട്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ്, റിയാക്ടിങ് ആണ്. അതായത് ആക്ഷൻ വീണ്ടും റിപ്പീറ്റഡ് ആക്കുകയാണ്, റിയാക്ട്. പക്ഷെ ഇവിടെ നമ്മൾ റിയാക്ടിങ് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നമ്മൾ റെസ്പോണ്ടിങ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. റെസ്പോണ്ട് ചെയ്യാണ് വേണ്ടത്. അപ്പൊ എന്താണ് ഈ റെസ്പോണ്ട് എന്ന് പറഞ്ഞ പ്രക്രിയ? റിയാക്ട് അല്ല നമ്മൾ പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും ചെയ്യേണ്ടത്, റെസ്പോണ്ട് ആണ് ചെയ്യേണ്ടത്. റെസ്പോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെസ്പോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണ്, ഒരു പോസ് ആണ് അല്ലെ. ആദ്യം നമ്മളൊന്ന് പോസ് ചെയ്യുക. നിങ്ങൾ സ്ട്രെസ്സും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ആദ്യം നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം ഈ കാര്യങ്ങളിലോട്ട് പ്രശ്നങ്ങളിൽ ഇടപെടാൻ. നിങ്ങളോ കലിതുള്ളി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കാര്യങ്ങളിൽ ഇടപെടാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വേറൊരു മുതിർന്ന ആളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യാം, കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ലെറ്റ് ദം ഹാൻഡിൽ റാദർ ദാൻ ബ്രേക്കിംഗ് യുവർ ചൈൽഡ്. കാരണം നമ്മൾ അപ്പം അവിടെ ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും. അതൊരു എപ്പോഴത്തേക്കുള്ള ഒരു മുറിവായിട്ട് മാറാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനിയാണ് വരുന്നത് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, റോൾ ഓഫ് അറ്റാച്ച്മെന്റ് തിയറി എന്നത്. അപ്പം നമ്മൾ ആരും ഇവിടെ സൈക്കോളജി ക്ലാസ് ഒന്നും അല്ല പഠിക്കുന്നെങ്കിൽ പോലും നമുക്കറിയാം, പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ജോൺ ബോൾബി ആണ് ഈ ഒരു അറ്റാച്ച്മെന്റ് തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് ഈ അറ്റാച്ച്മെന്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പാരന്റും ചൈൽഡും
പാരന്റ് ആൻഡ് ചൈൽഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കാര്യത്തിന് പാരന്റിന്റെയും ചൈൽഡ്, അതായത് മാതാപിതാക്കളുടെയും കുട്ടിയുടെയും തമ്മിലുള്ള ഒരു കണക്ഷൻ, ഇമോഷണൽ ബോണ്ടിങ്, അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ദ റോൾ ഓഫ് അറ്റാച്ച്മെന്റ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്ലീസ് മ്യൂട്ട് യുവർ മൈക്ക്. ഓക്കെ, സോ അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ഈ ഒരു പ്രോബ്ലം വരുന്നത് കണക്ഷൻ ഇല്ലാത്ത ഒരു പ്രശ്നം കൊണ്ടാണ്. അതായത് നമ്മൾ നമ്മുടെ കൗൺസിലിംഗ് സെഷൻസിൽ വരുന്ന മക്കളോടായാലും വേണ്ടില്ല, അല്ലെങ്കിൽ മുതിർന്നവരായാലും വേണ്ടില്ല, അവരുടെ ബേസിക് പ്രോബ്ലം അറ്റാച്ച്മെന്റ് ആയിരിക്കും. എൻ്റെ ഭർത്താവ് ഞാനുമായിട്ട് അറ്റാച്ച്ഡ് അല്ല, അവര് ജോലിയുമായിട്ട്, ഹസ്ബൻഡ് ജോലിയുമായിട്ടാണ് അറ്റാച്ച്ഡ്, അല്ലെങ്കിൽ അവരുടെ മദറുമായിട്ടാണ് അറ്റാച്ച്ഡ്, അങ്ങനെയൊക്കെ. ഈ അറ്റാച്ച്മെന്റ് പ്രോബ്ലം ആണ് എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാന പ്രോബ്ലം വരുന്നത്. അപ്പൊ നമ്മളൊരു അറ്റാച്ച്മെന്റിന് വേണ്ടി നമ്മൾ ഇങ്ങനെ പരതി നടക്കുകയാണ്. അത് എവിടുന്ന് കിട്ടുന്നോ അതിലോട്ട് പോയി നമ്മൾ ഒട്ടി നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾക്ക് വേണ്ട ആൾക്കാരിൽ നിന്ന് കിട്ടിയാൽ അതാണ് ഏറ്റവും സെക്യൂർഡ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട ആളുകളിൽ നിന്ന്, നമ്മുടെ ഭർത്താവ് ആവാം, അല്ലെങ്കിൽ അമ്മ അച്ഛൻ, അല്ലെങ്കിൽ നമ്മുടെ അങ്കിൾസ് ഓൺസ്, ഇവരിന്നൊക്കെയാണ് നമുക്ക് വേണ്ട അറ്റാച്ച്മെന്റ് കിട്ടുന്നതെങ്കിൽ അത് സെക്യൂർ അറ്റാച്ച്മെന്റ് ആണ്. ഇനി ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന അറ്റാച്ച്മെന്റ്, സ്നേഹം, ഇതൊക്കെയാണ് നമ്മളെ പ്രശ്നത്തിലോട്ട് തള്ളിവിടുന്നത്. ഇനി നമ്മുടെ ഇതേ അറ്റാച്ച്മെന്റിനെ തന്നെ നമുക്ക് പാരന്റ് ചൈൽഡിൽ മാത്രം വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഒന്ന് മനസ്സിലാവുന്നത്, സെക്യൂർ അറ്റാച്ച്മെന്റ് എവിടുന്നാണ് ഒരു കുട്ടിക്ക് കിട്ടുക? അതായത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഒരേപോലെയുള്ള, അതായത് ഏത് അവസ്ഥയിലും ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു അച്ഛന്റെ ബിഹേവിയർ ഒരുപോലെയാണെങ്കിൽ, അതായത് കാം ഡൗൺ ആയി വഴക്ക് പറയാണ്ട് നല്ല രീതിയിൽ അവർ വരുമ്പോൾ അവർക്ക് സമയം കൊടുക്കുന്ന ഒരു പാരന്റ്സ് ആണെങ്കിൽ അതിനെയാണ് സെക്യൂർ അറ്റാച്ച്മെന്റ്. കൺസിസ്റ്റന്റ് ആയിട്ടും റെസ്പോൺസീവ് ആയിട്ടും, അതായത് അവരെന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമ്മളുടെ അടുത്തോട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർത്തി, അല്ലെങ്കിൽ ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടെങ്കിൽ അത് മക്കളോട് എക്സ്പ്ലെയിൻ ചെയ്യാം. 5 മിനിറ്റിന്റെ ഉള്ളിൽ കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് കേട്ടോ, ഞാൻ തീർച്ചയായിട്ടും വരും. എന്നിട്ട് നമ്മൾ ആ കുട്ടിക്ക് സമയം കൊടുക്കുക. ആ സമയം ആ കുട്ടി എന്തിനു വേണ്ടിയിട്ടാണോ അടുത്ത് വന്നത് അത് കൊടുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള സമയം, അതിനെയാണ് റെസ്പോൺസീവ് പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ റെസ്പോൺസീവ് പാരന്റിങ് ആൻഡ് കൺസിസ്റ്റൻസി? ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഭയങ്കര സ്നേഹം കാണിക്കും. ചില അമ്മമാരൊക്കെ കാണുന്നുണ്ട്, ഒരു ദിവസമൊക്കെ കൊണ്ടുപോയിട്ട് അവര് ബർത്ത്ഡേ പാർട്ടീസും കുറെ ഗിഫ്റ്റുകളും അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഹോട്ടൽസിലൊക്കെ കൊണ്ടുപോയിട്ട് ഭയങ്കര പാർട്ടിയൊക്കെ നടത്തി ഭയങ്കര ബ്ലാസ്റ്റ് ചെയ്ത് വരും. പിന്നത്തെ കുറച്ച് ആ ബർത്ത്ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടീനെ കാണാറും ഉണ്ടാവില്ല. ആ കുട്ടി ഉറങ്ങുന്നതോ കിടക്കുന്നതോ അല്ലെങ്കിൽ ഒന്നും അറിയില്ല. മിക്ക കുട്ടികളും ഇപ്പൊ കാണുന്ന, ഈവൻ കേരള മദേഴ്സ് ആണെങ്കിലും ഗൾഫ് കൺട്രീസിലോ മറ്റുള്ള കൺട്രീസിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ മിക്ക കുട്ടികളും വളരുന്നത് വല്ല നാനിമാരുടെ കീഴിലോ അല്ലെങ്കിൽ മെയ്ഡുമാരുടെ കീഴിലോ ഒക്കെ ആയിരിക്കും. കാരണം ദേ ഡോണ്ട് ഹാവ് ടൈം ടു ഗിവ്. അപ്പം ഇത് ഒരു ഇൻസെക്യൂർ അറ്റാച്ച്മെന്റിലോട്ട് പോകാൻ സാധ്യതകൾ ഏറെയുണ്ട്, നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ദിവസം ഭയങ്കര ബ്ലാസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള ദിവസങ്ങൾ മുഴുവനും നമ്മൾ എന്ത് ചെയ്യാണ്, ആ കുട്ടിയുമായിട്ട് വേണ്ട രീതിയിൽ ഇമോഷണൽ കണക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെയാണ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറയാം. കൺസിസ്റ്റന്റ് അല്ല, ഒരു എന്താ പറയാ, ഐ ഡോണ്ട് നോ ദ എക്സാക്ട് വേർഡ് എന്താണ്, എപ്പോഴും നമുക്കൊരു തുടർച്ച ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇൻ കേസ് അത് വരുമ്പോഴാണ് മിക്കവാറും കുട്ടികളിൽ ആൻസൈറ്റി പ്രോബ്ലംസ് വരുന്നത്, അല്ലെങ്കിൽ ക്ലിങ്കിനെസ് ഉണ്ടാവുന്നത്. അതായത് കുട്ടി എപ്പോഴും നീഡി ആയിരിക്കും. ഈ കുട്ടി വളർന്നു വരുന്നത് എപ്പോഴും അതായത് അച്ഛന്റെയോ അമ്മന്റെയോ കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ആ കുട്ടി എപ്പോഴും നീഡഡ് ആയിരിക്കും, എപ്പോഴും നീഡി ആയിട്ട്, എപ്പോഴും തെറ്റായ ബന്ധങ്ങളിലൊക്കെ ചെന്ന് പെടുന്നത് മിക്കവാറും ഇങ്ങനത്തെ ആളുകളായിരിക്കും. അതുപോലെ തന്നെ അവരിൽ ആൻസൈറ്റിയും ഉത്കണ്ഠ അങ്ങനത്തെ പ്രോബ്ലംസ്, ഡിപ്രഷൻ, ഇതൊക്കെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അത് വരാനുള്ള സാധ്യത ഏറെ ആയിരിക്കും എന്നുള്ളതാണ് ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് ആ ഒരു അവസ്ഥയിൽ വളർന്നു വന്ന കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം കുട്ടികൾക്ക് ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ഉത്തരവാദികൾ നമ്മുടെ ഫാമിലി സിസ്റ്റം തന്നെയാണ്. ജെനറ്റിക്സ് ഉണ്ട്, അത് വേറെ. പക്ഷേ ജീൻസ് വരുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ഇതുണ്ടെങ്കിലും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നന്നായാൽ ആ ജീൻ അങ്ങനെ വല്ലാണ്ട് തല പൊക്കാണ്ട് അത് അങ്ങ് പൊക്കോളും. നേരെ മറിച്ച്
ജീനുണ്ട്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും കൂടി വരികയാണെങ്കിൽ, അതായത് ചുറ്റുപാടുള്ള അവസ്ഥകളൊക്കെ പോസിറ്റീവ് അല്ലെങ്കിൽ ഇത് തലപൊക്കി വരാൻ സാധ്യത ഏറെയാണ്. അപ്പം ജീനിനെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല, നമ്മൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും കൂടി ആവണം. ഇനി ജീൻ ഇല്ലെങ്കിലും വെറും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കൊണ്ട് മാത്രം നമുക്ക് ആൻസൈറ്റിയും ഡിപ്രഷനും പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സപ്പോർട്ടിങ് സിസ്റ്റം എപ്പോഴും വേണം. അപ്പൊ കൺസിസ്റ്റന്റ് റെസ്പോൺസീവ് പാരന്റിങ് ആണ് സെക്യൂർ അറ്റാച്ച്മെന്റ് എന്നാണ്. അപ്പം ആ സെക്യൂർ അറ്റാച്ച്മെന്റിൽ വളരുന്ന ഒരു കുട്ടിക്ക് മെയിൻ ആയിട്ട് ആ കുട്ടികളിൽ എന്തുണ്ടായിരിക്കും? ദാറ്റ് ബിൽഡ് കോൺഫിഡൻസ് എന്നുള്ളതാണ്. കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ആ കുട്ടിക്ക്. അതുപോലെ തന്നെ എന്ത് പ്രശ്നത്തിനെയും അതിജീവിക്കാനും ഒക്കെ ആ കുട്ടിക്ക് നല്ല കഴിവുണ്ടായിരിക്കും എന്നുള്ളത്. അല്ലാത്ത പക്ഷം ഇൻസെക്യൂർ അറ്റാച്ച്മെന്റിലായിരിക്കും. Yes, we will discuss that later. Okay, Lubna. ആ ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ, സോ ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് എന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രശ്നത്തില് നമ്മൾ അപ്പം ഇതിന്റെ ലോങ് ടേം എഫക്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അതായത് നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? കുട്ടികളിൽ എന്താണ് നല്ല സോഷ്യൽ സ്കിൽ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ കുട്ടികളുടെ ബിഹേവിയറൽ ഇഷ്യൂസും കാര്യങ്ങൾ. അപ്പൊ എന്താണ് ഈ സെക്യൂർ അറ്റാച്ച്മെന്റ് ആൻഡ് ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് എന്ന് മനസ്സിലാക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മളുടെ ഇപ്പം ക്ലയൻസ് ഒക്കെ വരുന്ന സമയത്ത് ചില കുട്ടികളിൽ എപ്പോഴും കുട്ടികൾ കരയുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഈ ഒരു പ്രശ്നമായിരിക്കും. എൻ്റെ അമ്മ അവൈലബിൾ അല്ല, അച്ഛൻ അവൈലബിൾ അല്ല എന്ന് പറയും. എന്നാൽ അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് എന്തിന്റെ കുറവാണ്? ഞാനില്ലെങ്കിലും ഞാൻ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത് എന്ന് പറയുന്ന അമ്മമാര്. പക്ഷെ ഇവിടെ കുറെ കുട്ടികളുടെ വളർന്നു വരുന്ന ഘട്ടത്തിൽ വേണ്ട കുറെ കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ശരിക്കും കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. അതായത് ചില സമയത്ത് കുട്ടികളെ ഭയങ്കര വാമായിട്ട് ഭയങ്കര ഹഗ് ചെയ്ത് സ്നേഹത്തോടെയൊക്കെ അങ്ങ് പിടിക്കും. അതിന് പിന്നത്തെ ഒരു ദിവസം അവർ റിജക്ട് ചെയ്യും കംപ്ലീറ്റ്ലി. ഇന്ന് എനിക്ക് വർക്ക് ഉണ്ട്, തിരക്കുണ്ട്, അതുകൊണ്ട് പറ്റില്ല. അപ്പൊ കുട്ടികൾ കൺഫ്യൂഷനിലോട്ട് പോകും. ഓക്കെ, അപ്പൊ കൺസിസ്റ്റന്റ് നർച്ചറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. അതില്ലെങ്കിൽ കുട്ടികളിൽ ആൻസൈറ്റി ഡെവലപ്പ് ചെയ്ത് വരും, കൺഫ്യൂഷൻസ് വരും. ആദ്യത്തെ സ്ലൈഡിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ കൺഫ്യൂഷൻസും ക്ലാരിറ്റി ഇല്ലായ്മയും വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ എന്നുള്ളതാണ്. അത് നമുക്ക് കൺഫ്യൂഷൻ വരുമ്പോഴാണ് നമ്മൾക്ക് ആദ്യം സ്ട്രെസ് വരുന്നത്. ദാറ്റ് സ്ട്രെസ് വിൽ ലീഡ് ടു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്നുള്ളതാണ്. ഇനി വരുന്നതാണ് കോമൺ മിസ്കൺസെപ്ഷൻസ് അബൌട്ട് ഡിസിപ്ലിൻ. ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക പാരൻസിനും പണിഷ്മെന്റ് ആണ്. എനിക്കൊന്ന് പണ്ട് കാലങ്ങളിൽ കൂടുതൽ ഉള്ളതാണ് പണിഷ്മെന്റ് ഈക്വൽസ് ലേണിംഗ് എന്നുള്ളത്. ഇന്നും പലരും അതിന് പറയുന്നുണ്ട്, പണിഷ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും കാണുന്ന ഒരു റെമഡിയൽ. പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസിക്വൻസ് ആവുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്ന കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന കാര്യം കിട്ടില്ല എന്ന് പറഞ്ഞു, അല്ലാതെ നമ്മൾ ദേഹോപദ്രവം നടത്തുക അല്ലെങ്കിൽ അവരെ വാക്കുകൾ കൊണ്ട് ഹേർട്ട് ചെയ്യുക. അതായത് ഫിസിക്കലി അടിക്കുന്നതിനെക്കാട്ടും വലിയ വേദനയാണ് വാക്കുകൾ കൊണ്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ക്ഷതങ്ങൾ. അത് നമ്മൾ ഫിസിക്കലി അവർക്ക് എന്തെങ്കിലും ബ്രൂയിസ് എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് അടയാളങ്ങളോ പാടുകളൊക്കെ വന്നാൽ പോലും അത് ചിലപ്പം അത് അങ്ങനെ അവിടെ ശരീരത്തിൽ ചിലപ്പോൾ അത് മായാത്ത മറുക് പോലെ കിടക്കുന്ന ഒരു കേസൊക്കെ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഒരു കുട്ടിയെ ചെറുപ്പത്തിൽ അടിച്ചതിന്റെ പാട് ആ കുട്ടി, ഇപ്പൊ ആ കുട്ടി മുതിർന്ന് പിന്നെ മെഡിസിന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി ആ പാട് കാണിച്ചെറിയുകയുണ്ടായി. അത് പറഞ്ഞ് പണ്ട് ചെറുപ്പത്തില് അമ്മ ചെയ്ത ഒരു ഇതിൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുകയുണ്ടായി. അപ്പം ഒരുപാട് കഥകളാണ് നമ്മൾ കുട്ടികളിൽ നിന്ന് കേൾക്കുന്നത്. ടീനേജേഴ്സ് ആണെങ്കിലും ചെറിയ കുട്ടികളിൽ നിന്നായാലൊക്കെ പല കഥകളാണ് കേൾക്കുന്നത്. നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത പണിഷ്മെന്റ് സ്ട്രാറ്റജീസ് ഒക്കെ എടുക്കുന്ന പാരന്റ്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് കുട്ടിയുടെ കണ്ണില് എന്താണ് പച്ചമുളക് തേക്കുന്ന പാരന്റ്സ് ഉണ്ട്, ദേഷ്യം കാരണം. അല്ലെങ്കിൽ അടിച്ചു തുടക്കാൻ വേണ്ടി കാര്യങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അത് ചെയ്യില്ല, അല്ലെങ്കിൽ 1 മിനിറ്റ് കഴിയട്ടെ 2 മിനിറ്റ് കഴിയട്ടെ എന്ന് പറയുമ്പോൾ ആങ്കർ മാനേജ്മെന്റ് ഇല്ലാത്ത പാരന്റ് ആയിരിക്കണം. അവർക്ക് ആങ്കർ ഇഷ്യൂസോ പ്രോബ്ലം ഉണ്ടായിരിക്കും. അവരെന്ത് ചെയ്യും, എല്ലാ ഭക്ഷണവും ഫ്രിഡ്ജിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് അവരുടെ റൂമിൽ അങ്ങ് വെതറുകയാണ്, എല്ലാ ചോറും കറിയും ഒക്കെ. എന്നിട്ട് അതിൽ കുറെ ബക്കറ്റ് വെള്ളം വന്നിട്ട് ഇനി തുടക്കുക നോക്കി. അങ്ങനത്തെ കുറെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇതൊക്കെ ഒരമ്മ മക്കളോട് ചെയ്യുന്നതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്ത് അപ്പത്തെ ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ എടുത്ത് അങ്ങ് എറിയും. അത് കത്തിയായിരിക്കാം,
മറ്റുള്ള അത് ചെന്ന് കുട്ടിക്ക് വന്ന് കൊള്ളുക, കുട്ടി ബ്ലീഡിങ് അല്ലേ, കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ വരിക. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അമ്മ ചെയ്തതാണെന്ന് പറയാതിരിക്കാൻ പറയുക. കാരണം അത് പിന്നെ കേസും പ്രശ്നങ്ങളൊക്കെ ആവും. അപ്പൊ എന്ത് ചെയ്യാതെ എവിടുന്ന് കത്തി മേലെന്ന് വീണോന്നോ എന്തെങ്കിലുമൊക്കെ പറയാം. അങ്ങനത്തെ ഒരുപാട് കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഈ കുട്ടി വളർന്നു വന്ന് ഇപ്പം ഒരു മെഡിസിനോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനോ ഒക്കെ പഠിക്കുകയാണെങ്കിൽ പോലും അവരിൽ ഉണ്ടായിരിക്കുന്ന ആഘാതങ്ങൾ നമ്മൾ എന്ത് പൈസ കൊടുത്താലും അല്ലെങ്കിൽ എന്ത് ഫെസിലിറ്റി കൊടുത്താലും അതൊന്നും മാറില്ല എന്നുള്ളതാണ്. അപ്പൊ പണിഷ്മെന്റ് ഇസ് നോട്ട് ഈക്വൽ ടു ലേണിംഗ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ബേസ്ഡ് ആവരുത്. കാരണം ഭയം നമ്മൾ കുട്ടികളിലോട്ട് കൊടുത്തോ അത് ആ കുട്ടിയെ മാനസികമായിട്ട് തളർത്താനുള്ള ഒരു ഉപാധി മാത്രമാണ്. കോർട്ടിസോൾ വല്ലാണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫിസിക്കൽ ബോഡിയെയും അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിനെയും വല്ലാണ്ട് ഇതാവും. അതായത് വീട്ടിലെപ്പോഴും വഴക്ക്, അച്ഛൻ അമ്മ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം, ഷൗട്ടിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുട്ടി ചിലപ്പോൾ ഉറങ്ങുന്നുണ്ടാവും അവിടെ, പക്ഷെ ആ കുട്ടി ഭയത്തോടെ ആയിരിക്കും ഉറങ്ങുന്നത്. കാരണം എന്താണ്? ഭയമാണ്. ഇനിയിപ്പോ എന്തായിരിക്കും സംഭവിക്കുക? അച്ഛൻ അമ്മയെ അടിക്കുവോ, അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവോ, അല്ലെങ്കിൽ അമ്മ കരയോ? ചില കുട്ടികൾക്കൊക്കെ അമ്മയുടെ കണ്ണുനീര് കാണുന്നത് ഇത്രയും വേദനയുള്ള ഒരു കാര്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അത് വെച്ചിട്ട് അമ്മ എപ്പോഴും അമ്മ എത്ര സഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും, നമ്മുടെ സ്ട്രെസ് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഫിയർ ബേസ്ഡ് ടാക്ടിക്സ് ഒന്നും തന്നെ അത് എന്താ സംഭവിക്കുന്ന വെച്ചാൽ ദാറ്റ് വിൽ ഷട്ട് ഡൗൺ ദ ലേണിംഗ് ബ്രെയിൻ. അത് തിങ്കിങ് ബ്രെയിനെയും ലേണിംഗ് ബ്രെയിനെയും ഈ ഫിയർ ബേസ്ഡ് ടാക്ടിക്സ് ഒക്കെ തന്നെ ഇത്തരം ബ്രെയിനെ ഷട്ട് ഡൗൺ ചെയ്യണം. അവർ ഇമോഷണലി പിന്നെ ആകെ എന്താ പറയാ ഒരു അപതാളത്തിലോട്ട് പോകും എന്നുള്ളതാണ്. കുട്ടിയാവുമ്പോഴേ അവർക്ക് വരുന്നത് ഇമോഷണലി അവരാകെ ഡിസ്റ്റർബ്ഡ് ആവും. കാരണം അവരുടെ ലേണിംഗ് ബ്രെയിനെ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നത്തിങ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു പണിഷ്മെന്റ് ഓഫ് ഫിയർ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യുവർ ചൈൽഡ് എന്നുള്ളത്. അപ്പോൾ ദാറ്റ് വിൽ ഷട്ട് ഡൗൺ ദ ലേണിംഗ് ബ്രെയിൻ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് പറയുന്നത് ന്യൂറോ സയൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ യെല്ലിങ്, അതായത് നമ്മൾ യെല്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ദേഷ്യപ്പെടുക, ഭയങ്കരമായിട്ട് ഒച്ചയിടുക, ദേഷ്യപ്പെടുക എന്നല്ല, ഒച്ച, ഷൗട്ടിങ്, അതുപോലെ തന്നെ അടിക്കുക, സ്പാങ്കിങ്, ഇതൊക്കെ എന്താണ്? ആ സ്വഭാവത്തെ ചിലപ്പം എന്താണ് ടെമ്പററി ആ കുട്ടി പേടിച്ചിട്ട് അത് നിർത്തുമായിരിക്കും. ബട്ട് എന്താണ് അത് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ട്രസ്റ്റിനെ വിശ്വാസത്തെയാണ് ഡാമേജ് ചെയ്യുന്നത്. ഇപ്പം അടുത്തൊരു ക്ലയന്റ് വന്നിരുന്നു. അവര് പറയുന്നത് അവരുടെ ഭർത്താവ് ദേഷ്യം വരുമ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞു പൊട്ടിക്കും. ദേഷ്യം വരുമ്പോൾ ആദ്യം പാത്രങ്ങളോ എന്തൊക്കെയാണ് അവിടെ ടിവിയോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെയാണ് ആദ്യം. ഇത് കണ്ട് വളരുന്ന കുട്ടികളിൽ പിന്നെ ഒരുപാട് ആൻസൈറ്റി ഡെവലപ്മെന്റ്, അതിൽ പ്രത്യേകിച്ച് മുതിർന്ന കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ആൻസൈറ്റിയും സോഷ്യൽ ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടി ഇപ്പോൾ 10ാം ക്ലാസ് എക്സാം എന്തോ എഴുതിക്കൊണ്ടിരിക്കുക, പക്ഷെ ഇത് വന്ന് ഭയങ്കര പ്രശ്നമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പം അവരുടെ കേസ് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഇയാൾക്ക് ഇത് എവിടുന്ന് കിട്ടിയെന്ന് മനസ്സിലാക്കുന്ന ഈ കുട്ടി ഇയാളുടെ പാരന്റ്, അതായത് ഈ സ്ത്രീയുടെ മദർ ഇൻ ലോയും ഇത് തന്നെ. ദേഷ്യം വന്ന് ആകെ എടുത്ത് എറിയുക, പൊട്ടിക്കുക. അവരുടേതായിട്ടുള്ള ഒരു ഭാഷയിൽ പറയുന്നത്, അവരുടെ ഒരു മതപരമായിട്ടുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾക്കൊക്കെ അറിയാം, ഓരോ മതത്തിലും ഓരോ ഇങ്ങനത്തെ നെഗറ്റീവ് എനർജിയെ പറയുന്ന കുറെ പേരുകളുണ്ട്. ജിന്ന് ബാധ പോലെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും ടിപ്പിക്കൽ ആങ്കർ മാനേജ്മെന്റ് ഇല്ലാത്ത പ്രശ്നമാണ്. ഓക്കെ, ഇപ്പൊ ട്രിഗേഴ്സ് വരുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അറിയാത്ത. അപ്പം ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നം. അപ്പൊ ആ കുട്ടികളിലുള്ള വിശ്വാസം, ട്രസ്റ്റ് എന്ന് പറഞ്ഞ കാര്യം എന്താണ്, അത് ഡാമേജ് ചെയ്യപ്പെടുകയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട്. അപ്പൊ നമുക്ക് കുട്ടികളിൽ ലോങ് ലാസ്റ്റിംഗ് ബിഹേവിയറൽ ചേഞ്ചസ് ആണെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വീട്ടിലെ ലവ് ലാംഗ്വേജിലും കമ്മ്യൂണിക്കേഷനിലും ഒക്കെ കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, അപ്പം ഇതാദ്യം നമ്മൾ ഒരു കുട്ടി എന്താണ് ഒരു ആക്ഷൻ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു നീഡ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ബേസിക്കലി. ഒരു കുട്ടി എന്തെങ്കിലും തരത്തില് ആക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, അതിന്റെ പിന്നിൽ ഒരു നീഡ് ഉണ്ടാവും. ഒരു കുട്ടി എന്നല്ല, ഏത് മനുഷ്യരും ഒരു ആക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ആവശ്യം ഉണ്ടാവാം. ദർ വിൽ ബി എ നീഡ് ബിഹൈൻഡ് എവറി ആക്ഷൻ എന്നുള്ളത്. അപ്പൊ ആ നീഡ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കാൻ നോക്കുക. ഇനി നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവുന്ന ആൾക്കാരിലോട്ട് നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നമുക്കത് ഇതാവും. പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് നമ്മൾ കാണുന്നെങ്കിൽ, അത് നമ്മൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രൊഫഷണൽ സഹായം തേടിക്കൊണ്ട് അതിന്റെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി ആ നീഡിനെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഓക്കെ. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു കുട്ടി എന്തെങ്കിലും ഒരു സാധനം എന്തെങ്കിലും ചിലപ്പോൾ അറിയാതെ ആയിരിക്കാം, അറിഞ്ഞായിരിക്കാം, ഒന്നും അറിയില്ല. അപ്പം ഒരു കുട്ടി ഫോർ എക്സാമ്പിൾ ഒരു 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 കുട്ടി വന്നിട്ട് അമ്മയെ സഹായിക്കാണ്, ഞാൻ കിച്ചണിൽ സഹായിക്കാന്ന് പറഞ്ഞ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി വന്നിട്ട് പാത്രങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കഴുകി വെക്കും. അപ്പൊ കഴുകി വെക്കുന്നതിന്റെ ഇടയിൽ വാഷ് ചെയ്ത് വെക്കുന്നതിന്റെ സമയത്ത് പെട്ടെന്നൊരു ഗ്ലാസ്, ആകെ ആള് പാനിക്കായിപ്പോയി. കാരണം എന്താ, ഗ്ലാസ് പൊട്ടി. കാരണം ഗ്ലാസ് പൊട്ടുമ്പോഴും എന്തെങ്കിലും പൊട്ടി വീഴുമ്പോഴും അല്ലെങ്കിൽ ഒരു മുട്ട അറിയാണ്ട് പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആദ്യം ഷൗട്ട് ചെയ്യാണ്. എന്തിനാ അത് പൊട്ടിച്ചത്, വേണ്ടാത്ത പണി ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടോ, വേണ്ടാത്ത ഏരിയയിലോട്ട് വരണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു ബിഹേവിയർ ആണ് ഈ അമ്മയ്ക്കുള്ളത്. അപ്പം ഈ കുട്ടി സ്വാഭാവികമായിട്ടും അവിടുന്ന് ആകെ പേടിച്ച് വിറച്ച് എന്താ ചെയ്യുന്നത് വെച്ചാൽ മെല്ലെ അവിടുന്ന് പോവാണ്. ഇത് പറയാണ്ട് മെല്ലെ അവിടെ പോയിട്ട് എന്താണ് ആ സാധനങ്ങൾ പൊട്ടിയ ഗ്ലാസ് ഒക്കെ ഇട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് പകുതി പാത്രം അങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ കുട്ടി മെല്ലെ അവിടുന്ന് പേടിച്ചിട്ട് പോവാണ്. ഓക്കെ. അപ്പൊ ഈ പേടിച്ചു പോകുന്ന കുട്ടിയോട് അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല വാഷിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, അല്ല എനിക്ക് ഭയങ്കര ഒരു ക്ഷീണം തോന്നണം, അതുകൊണ്ടാണ്, ഞാൻ പിന്നെ വാഷ് ചെയ്തോളാം എന്ന് പറഞ്ഞ് കുട്ടി അവിടുന്ന് പോവാണ്. ഓക്കെ. കുറെ കഴിഞ്ഞ് ഈ കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് ഈ അമ്മയോട് പറയാണ്, പിന്നെ അവിടെ എന്തൊക്കെയാ അവർ ക്ലീൻ ആക്കുന്നുണ്ട്, അച്ഛനും മോളും കൂടിയിട്ട്. അവസാനം കുറെ നേരം കഴിഞ്ഞിട്ടാണ് മോള് വന്നിട്ട് പറയുന്നത്, ചൂടാവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചിട്ട് പറയണം. അപ്പോഴത്തേന് ഈ അമ്മയുടെ ബിഹേവിയറിൽ ഒരുപാട് ബിഹേവിയറൽ തെറാപ്പീസും കാര്യങ്ങളൊക്കെ നടത്തി ആങ്കർ കൺട്രോളിങ് മാനേജ്മെന്റ്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത് ആ അമ്മ നല്ലൊരു കുറെയൊക്കെ ഒരു ആങ്കറിനെ കൺട്രോൾ ചെയ്യാനും കുട്ടിയുടെ ആ ഒരു എന്ത് ബിഹേവിയറിനെയും നല്ല പക്വതയോടെ ബിഹേവ് ചെയ്യാനുള്ള രീതികളൊക്കെ അമ്മ പഠിച്ച് കൗൺസിലിംഗ് സെഷനിലൂടെ അമ്മ അപ്ഗ്രേഡഡ് ആയിട്ടുണ്ട്. അവൻ വന്നിട്ട് അമ്മയോട് അത് പറയാനുള്ള ഒരു ധൈര്യം കുട്ടിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ വന്നിട്ട് ഇങ്ങനെ കുട്ടി പറയാണ്, ഈ 10 വയസ്സുള്ള മോള് വന്ന് പറയാണ്, എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് പൊട്ടി. അമ്മയുടെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഗ്ലാസ്സാണ് അത് പൊട്ടിയിട്ടുള്ളത്, മനസ്സിലായില്ലേ? പക്ഷെ ഉടനെ തന്നെ അമ്മയ്ക്ക് ഈ കൗൺസിലിംഗ് ടെക്നിക്സും മറ്റുള്ള കാര്യങ്ങളിലൂടെയും തെറാപ്പീസിലൂടെ ഒക്കെ പോയതുകൊണ്ട് അമ്മ അതെന്താ, അതിന് കുഴപ്പമില്ലല്ലോ, ഗ്ലാസ് ആകുമ്പോ പിന്നെ പൊട്ടുമല്ലോ, മനുഷ്യന്മാര് നല്ല നല്ല മനുഷ്യര് മരിച്ചു പോകുന്നു, അതിന് മീതിയില്ലല്ലോ ഒരു ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കാമായിട്ട് ആ പ്രശ്നത്തെ എന്താ പറയാ അതിനെ ഒരു നല്ലൊരു ബിഹേവിയറിലൂടെ ആ കുട്ടിക്ക് ആ ഒരു ആശ്വാസം കൊടുക്കുകയാണ്. കുട്ടി പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് അപ്പ പറഞ്ഞില്ല എന്നോട്, അത് പൊട്ടിയപ്പോ നീ ഇവിടുന്ന് ക്ഷീണിച്ചു പോയി എന്നാണല്ലോ പറഞ്ഞത്, എന്തുകൊണ്ട് അപ്പൊ എന്നെ അമ്മ വഴക്ക് പറയുമെന്ന് കരുതിയതിനെ കൊണ്ടാണ്, എന്നോട് ചൂടാവുന്ന പേടിച്ചിട്ടാണ് ഞാനത് പറയാതിരുന്നത്, പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ എന്നും ചോദിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്, ആ കുട്ടി ആ താൽക്കാലികമായിട്ടൊരു നുണ പറഞ്ഞതോ അല്ലെങ്കിൽ സത്യം മൂടി വെച്ചതോ എന്തുകൊണ്ടാണ്, അമ്മയുടെ ബിഹേവിയർ പേടിച്ചിട്ടാണ്. അപ്പം ഇവിടെ എന്താണ് ലൈയിങ് എന്നുള്ളത്, അതായത് കളവ് പറയാൻ കുട്ടികൾക്ക് പ്രേരണ കൊടുക്കുന്നത് നമ്മുടെ ബിഹേവിയർ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ചൈൽഡ് ഹു ലൈസ് അബൌട്ട് ബ്രേക്കിംഗ് സംതിങ് എന്നുള്ളത് എന്താണ്, കുട്ടി കൂടുതൽ നുണ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ കുട്ടിയോട് നമ്മൾ കൂടുതൽ ദേഷ്യപ്പെടാറുണ്ട്. പലതരത്തിലും നമ്മൾ ആ കുട്ടിയിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടില്ല എന്നുള്ളതിനെ കൊണ്ടാണ് കുട്ടി നമ്മളോട് നുണ പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ സത്യസന്ധത എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് നമ്മൾ മുൻതൂക്കം കൊടുക്കുക എന്നുള്ളതും അവിടെ നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ, ഈ പ്രശ്നങ്ങളൊക്കെ ഈ കുട്ടി വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരും ഒരു വീട് നോക്കാനുള്ള ആൾക്കാരാണ്, അല്ലെ? അപ്പൊ ഈ പൊട്ടലും ഇതൊക്കെ ഇവരുടെ മക്കളെ ഇവരോട് ചെയ്യും. ഇതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ കുറച്ച് കാര്യം മാത്രമേ ഉള്ളൂ. കുട്ടി വളർന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ കുട്ടി തന്നെ ആയിരിക്കും ഒരു വീട് മുഴുവൻ നോക്കുന്നത്. അപ്പൊ ഇതൊന്നല്ലെങ്കിൽ നാളെ ഇവരുടെ കുട്ടിത്തം മാറി അവരൊരു മെച്ചോർഡ് ആവുമ്പോൾ ഇതൊക്കെ മാറിക്കോളും. കുറച്ച് സമയം അവര് നമ്മളുടെ മുന്നിൽ ഈ കുട്ടിത്തം കൊണ്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ബോധ്യം നമ്മളോടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചളിയാക്കുന്നതും കുറച്ച് പൊടിയാക്കുന്നതും കുറച്ച് പൊട്ടിക്കുന്നതും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ അതിനെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പട്ടാള ചിട്ട കൊണ്ടുവന്ന് ശ്വാസം മുട്ടിപ്പിക്കരുത് എന്നുള്ളതാണ്. ഓക്കെ. സോ എഫക്റ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി വരേണ്ടത് ഷുഡ് ഗൈഡ് ബിഹേവിയർ എന്നുള്ളതാണ്. അതായത് ബിഹേവിയറിനെ മാറ്റാൻ, നല്ല രീതിയിലോട്ട് മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് എഫക്റ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ബൈ പ്രിസർവിങ് യുവർ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ബന്ധത്തിനെ പ്രിസർവ് ചെയ്തിട്ട്, അത് ഭാര്യ
ബന്ധമായാലും വേണ്ടില്ല, ഫ്രണ്ട്ഷിപ്പിലായാലും വേണ്ടില്ല, നമ്മൾ നല്ല കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ബന്ധത്തിന് അത് കോട്ടം തെറ്റാതെ വേണം പറഞ്ഞു കൊടുക്കാൻ. ബന്ധയെ മുറിച്ചു കളഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ഡിസിപ്ലിൻ പറഞ്ഞു കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പൊ ആ കാര്യം നമ്മളെ എല്ലാത്തിലും, അതായത് ഇപ്പൊ ഒരു ഹസ്ബൻഡിനെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ബന്ധത്തിന് ആദ്യം തൂക്കം കൊടുക്കുക. ആ ബന്ധം മുറിച്ചു കളഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമല്ല. അത് നമ്മൾ ചെയ്യുന്നത് വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം തുടക്കം മുതലുള്ള കാര്യങ്ങളാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് കേസസിന്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പം വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളുടെ പിന്നെ തെറ്റായിട്ടുള്ള സമീപനം കാരണം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്ന പ്രശ്നങ്ങൾക്കാണ് ഞാൻ ഇതിന് ഇവിടെ പറയുന്നത്. അല്ലാതെ ഓൾറെഡി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്നതിന് അതിന് ഇനി കൗൺസിലിങ്ങിലൂടെയും പ്രൊഫഷണൽ ഹെൽപ്പിലൂടെ ഒക്കെ പോയിട്ട് അതിനെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, എങ്ങനെയാണ് ഞാൻ എൻ്റെ കുട്ടിയോട് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങളൊരു പ്രൊഫഷണലുമായിട്ട് സംസാരിച്ച് അതിന്റെ സ്ക്രിപ്റ്റ്, എസ്പെഷ്യലി അഡോളസൻസിലൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് ബന്ധങ്ങളൊക്കെ ഉണ്ടാവും, റിലേഷൻഷിപ്പ്, അതായത് ഒരു പെണ്ണിന് ഒരു ആണിനോട് സ്നേഹം തോന്നുന്നു, ഇതൊക്കെ ഹോർമോണാണ്. അപ്പൊ അതൊക്കെ അയ്യോ എൻ്റെ കുട്ടി എന്തോ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല, ഇതൊക്കെ നോർമൽ ആണെന്ന് മനസ്സിലാക്കി കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കുകയാണ് വേണ്ടത്. അത് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാൻ പറ്റും. ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ മനസ്സിൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവും, പുറത്ത് കാണിക്കില്ല. പിന്നെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പുറത്ത് കാണിക്കേണ്ട സമയത്ത് അവർ പുറത്ത് കാണിക്കും, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ടിൽ അവർ അത് പുറത്തോട്ട് എടുക്കും. അപ്പൊ പകരം ഇതൊക്കെ നോർമൽ ആണ്, ഇങ്ങനത്തെ ഹോർമോൺ ടിക്ലിങ്ങും കാര്യങ്ങളൊക്കെ വരും. ബട്ട് നിങ്ങൾ ഏത് റിലീജിയസ് ബിലീഫ്സിലോ അല്ലെങ്കിൽ ഏത് ബിലീഫ് സിസ്റ്റത്തിലാണെങ്കിൽ അവിടുത്തെ വാല്യൂസ് പഠിപ്പിച്ച് മനസ്സിലാക്കി എന്താണ് ബന്ധമെന്നും മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ളതും നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ മുഴുവൻ അപ്പപ്പോ ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ അവസ്ഥയല്ല എന്നുള്ളതും അതൊക്കെ മെല്ലെ മെല്ലെ നമ്മൾ വാല്യൂ ഓറിയന്റഡ് ആയിട്ട് ഇവരിലോട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റിമൈൻഡേഴ്സ് എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ അത് ചെയ്തുകൊണ്ടേയിരിക്കുക, അതിൽ നമുക്ക് മടുപ്പ് വരാൻ പാടില്ല എന്നുള്ളത്. ഇനിയാണ് നമുക്ക് ഷിഫ്റ്റിംഗ് ഫ്രം കൺട്രോൾ ടു കണക്ഷൻ. അതായത് നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്യാനുള്ള കമാൻഡ്സ് ആണ് ഉപയോഗിക്കാറ്. അത് നിർത്തിക്കോട്ടോ, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമായിരിക്കും. കുട്ടി എന്തെങ്കിലും ആവർത്തിച്ച് ഒരേ കാര്യം ചെയ്യുമ്പോൾ ഇത് മര്യാദക്ക് നിർത്തിക്കോ, അല്ലേ? നമ്മൾ പറയാറില്ലേ ഇങ്ങനെ? ഇവിടെ ആരും ഇല്ലേ? പറയാറുണ്ടോ? എപ്പോഴും നമുക്ക് ദേഷ്യം വരുമ്പോ പറയുന്ന ഒരു കാര്യമാണത്. ഞാൻ പറയുന്നത് മര്യാദക്ക് ചെയ്തോ, ഡു ആസ് ഐ സേ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ പോലെ ചെയ്തോ, ഞാൻ പറഞ്ഞത് ചെയ്തിട്ടില്ലെങ്കിൽ നിനക്ക് അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും, അല്ലേ? ഇങ്ങനത്തെ കുറെ വൻകിട ഡയലോഗ്സ് ഒക്കെ ആയിരിക്കും നമ്മളെപ്പോഴും നമ്മുടെ മക്കളോട് പറയാം. അപ്പൊ അത് കമാൻഡ്സ് ആണ്, ഭയങ്കരമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒതോറിറ്റേറിയൻ പവറിൽ വരുന്ന കമാൻഡ്സ് ആണ് പറയാറ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം മാറ്റേണ്ടത് നമ്മുടെ സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ കുട്ടികൾക്ക് എന്താണ് കമാൻഡ്സ് അല്ല വേണ്ടത്. നമ്മൾക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെയും റീൽസിന്റെയും അങ്ങനെ സോഷ്യൽ മീഡിയന്റെ കാലമാണ്. എവിടെ നോക്കിയാലും നമുക്ക് കൊളാബറേഷൻ എന്ന് പറഞ്ഞൊരു വേർഡ് വരും. ഒരു കൊളാബ് തരുമോ, അല്ലേ? എപ്പോഴും കേൾക്കുന്ന ഒരു കുട്ടികളടക്കം പറയും കൊളാബ് തരുമോ, കൊളാബ് തരുമോ, കൊളാബറേഷൻ കിട്ടുമോ എന്നുള്ളത്. എന്താ ഈ കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലെറ്റ്സ് വർക്ക് ടുഗെദർ എന്നുള്ളതാണ്. നമുക്ക് കൂടിക്കലർന്ന് പ്രവർത്തിക്കാം എന്നുള്ളത്. അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് മക്കളോടായാലും റിലേഷൻഷിപ്പിലായാലും നമ്മൾ ചെയ്യേണ്ടത്. എന്ത്? ലെറ്റ്സ് വർക്ക് ടുഗെദർ. ചിൽഡ്രൻ നീഡ് ഈസ് കൊളാബറേഷൻ. കുട്ടികൾക്ക് വേണ്ടത് കൊളാബറേഷൻ ആണ്, കമാൻഡ്സ് അല്ല. കമാൻഡ്സ് കൊടുക്കാൻ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടത് എന്താണ്? കൊളാബറേറ്റീവ് വർക്കാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു കുട്ടി, ചിലപ്പോ നമുക്ക് പിക്ചറിൽ കാണുന്ന പോലെ കുട്ടി ആകെ വീട് മുഴുവനും ടോയ്സ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സാധാരണ ചില അമ്മമാര് ഭയങ്കര പെർമിസീവ് പാരന്റിങ്ങിന്റെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്തും ആയിക്കോട്ടെ കുട്ടികളല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയുന്ന കുറെ അമ്മമാരെ നമ്മൾ കാണാറുണ്ട്. അവരുടെ വീട്ടിലോട്ട് കയറാൻ പാടുണ്ടാവില്ല. ഈ സാധനങ്ങൾ കൊണ്ട് എന്നോ കിടക്കുന്ന സാധനങ്ങളായിരിക്കും. നമ്മൾ സോഫയിലൊക്കെ ഒന്ന് ഇരിക്കുമ്പോൾ അവിടെ കുത്തും ഇവിടെ കുത്തും, അല്ലെങ്കിൽ കാലില് കാപ്പറ്റ് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോയ്സിന്റെ എന്തെങ്കിലും സാധനം നമ്മളെ പ്രിക്ക് ചെയ്യും. ഇങ്ങനത്തെ കുറെ പ്രശ്നമുണ്ട്. അവര് തമാശയ്ക്ക് പോലും സാധനങ്ങളൊന്നും അടുക്കി പെറുക്കി വെക്കില്ല. അതും അപകടമാണ്. അതിനെയാണ് പെർമിസീവ് പാരന്റിങ് പറയുക. എന്തും പെർമിഷൻ കൊടുക്കും. എന്താച്ചാ ചെയ്തോ, ചുമരില് വേണമെങ്കിൽ കുത്തി വരച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ. കുത്തി വരച്ചതിനെ അടിച്ച് മുറിപ്പെടുത്തുന്ന അമ്മമാരും ഉണ്ട്. നീ എന്താച്ചാ ചെയ്തോ, അത് ഒക്കെ നിനക്കുള്ളതാ ഇങ്ങനെ പറയുന്നത്. രണ്ടും അപകടമാണ്. നമ്മൾ ഒരു കൊളാബറേഷൻ, ഒരു മിഡിൽ പാത്തിലൂടെയാണ് പോകേണ്ടത്. അപ്പം നമ്മൾ കുട്ടിയോട് പറയാണ്, കുട്ടിയോ ടോയ്സ് അവേ നാവും, ഇനി കളിയൊക്കെ മതിയാക്ക്, നിർത്ത്, ഇനി ഇതൊക്കെ ഒന്ന് എടുത്തു വെക്ക്
എന്ന് പറയുന്നതിന് വരാതെ ഒക്കെ എടുത്തു വെക്കും. കുറെ ആയില്ലേ കളിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഒച്ച ഇട്ടിട്ട് പറയുന്നതിന് പകരം നമ്മൾ ഓക്കെ ടൈം കഴിഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് റേസ് ടു സീ ഹൂ ഫിനിഷസ് ടൈഡിങ് അപ്പ് ഫേഴ്സ്റ്റ് എന്നുള്ള രീതിയിൽ അമ്മയാണോ മോളാണോ ആദ്യം ഇതൊക്കെ ക്ലീൻ ആക്കാൻ, അതായത് കൊളാബറേറ്റീവ് അപ്രോച്ചാണ്. അപ്പൊ നിങ്ങൾ കുട്ടിയോട് കമാൻഡ് പറഞ്ഞ് അവിടെ ഇരിക്കാണ്ട് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നും ഒന്ന് ഊരിയൊക്കെ മടക്കി ഇല്ലേ, നമ്മുടെ ബാക്ക് ബോൺ ഒക്കെ ഒന്ന് മടക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പെറുക്കിയെടുക്കുക, ബാക്കി അവർ ചെയ്തോളും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു കൊളാബ്. അപ്പൊ എന്നെ മാത്രമല്ല പണിയിപ്പിക്കുന്നത്, സ്വയം അതിലോട്ട് വരാം. അപ്പൊ ഇതിനെയാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ അവരോടൊപ്പം പങ്കുചേരുക എന്നുള്ളതാണ്. എമ്പതിയോടുക്കനെ കൂടിയിട്ടും, അതായത് ജോയിന്റ് പ്രോബ്ലം സോൾവിങ് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ജോയിന്റ് പ്രോബ്ലം സോൾവിങ്, അതായത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒപ്പം ഇരുന്നു കൊണ്ട് പ്രശ്നം. ഇപ്പൊ നമ്മൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലായാലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകുന്ന ആൾക്കാരെ നമുക്ക് പറ്റില്ല അല്ലേ. അവരും കൂടെ ഇരുന്ന് ഒന്ന് കേട്ടാൽ മതി, പകുതി പ്രശ്നങ്ങളും തീരും. എംപത്തറ്റിക് ആയിട്ട് ഒന്ന് ലിസൺ ചെയ്താൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങളും തീരും. ഒന്ന് പറയാ, അണ്ടർസ്റ്റാൻഡ് ഹൗ യു ഫീൽ എന്നുള്ള ഒരു സെന്റൻസ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ വിഷമം എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി, നമ്മുടെ പകുതി പ്രശ്നങ്ങളും തീർന്നു. ഓക്കെ, ആ പറയുന്നത് പക്ഷേ സിൻസിയർ ആയിരിക്കും, ഡ്രമാറ്റിക്. അവർ എന്ത് പറഞ്ഞാലും ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ യു ഫീൽ എന്ന് പറയും. അത് ശരിക്കും ജെന്യുവൻ ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമ്മളെ. അപ്പൊ കൺട്രോളിൽ നിന്ന് കണക്ഷനിലോട്ട് വരിക, കൊളാബറേറ്റീവ് വർക്കിലോട്ട് വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. പെട്ടെന്ന് ഇപ്പൊ നമ്മൾ അങ്ങനത്തെ ഷിഫ്റ്റിങ്ങിലോട്ടൊക്കെ വന്നാൽ ഇപ്പോഴും നമുക്ക് വൈകിട്ടില്ല, ചെയ്ത് തുടങ്ങാം. പക്ഷെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടിയൊക്കെ സമയം പിടിക്കാം. അപ്പൊ അതിനുള്ള ഒരു ക്ഷമയും കൂടി നമുക്ക് ഉണ്ടാവണം എന്നുള്ളത്. ഓക്കെ, ഇനി വരുന്നതാണ് ഇമോഷണൽ കോച്ചിങ് ടൂൾസ് എന്ന് പറയുന്നത്. അതായത് കുട്ടികളെ ആദ്യം നമ്മൾ പഠിപ്പിക്കേണ്ടത്, നമ്മൾ വലിയ വലിയ സബ്ജക്ട്സും അബാക്കസും ഇംഗ്ലീഷും ഫ്രഞ്ചും ലാംഗ്വേജസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ കുട്ടികളുടെ ഇമോഷണൽ റെഗുലേഷൻ നമ്മൾ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ടീച്ചിങ് ചിൽഡ്രൻ ടു റെക്കഗ്നൈസ് ആൻഡ് മാനേജ് ഇമോഷൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരന്റിങ് സ്കില്ലാണ് എന്ത്, കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ, അതായത് അവരുടെ ഇമോഷൻസിനെ ലേബൽ ചെയ്യാൻ കഴിയുക എന്നുള്ളത്. അതായത് എനിക്ക് വിഷമം, എല്ലാ നമ്മുടെ ക്ലയൻസിലോ സെഷനിലൊക്കെ വരുന്ന ക്ലയൻസ് ഒക്കെ വരുന്ന എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഒട്ടുമിക്ക പേരും അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയുന്നുണ്ടാവും. അവർക്ക് അവരുടെ ഇമോഷൻസിനെ ലേബൽ ചെയ്യാൻ അറിയാതെ ആയിരിക്കും പലരും വരുന്നത്. ആ ഒരു അവസ്ഥയിലാണ് അവരുടെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ സ്റ്റാർട്ട്. അപ്പം ആദ്യം തന്നെ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് അവരുടെ ഇമോഷൻസിനെ ലേബൽ ചെയ്യാണ്. ലേബലിംഗ് ഫീലിങ്സ്. കാരണം അങ്ങനെ നമുക്ക് ഇപ്പൊ എനിക്ക് സങ്കടം ഉണ്ട് എന്ന് ആ കുട്ടി തിരിച്ചറിയുമ്പോൾ അതൊരു ഓവർവെൽമിങ് സിറ്റുവേഷനിൽ നിന്ന് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കൺട്രോളിലോട്ട്, നമ്മളിൽ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടുമെന്നുള്ളത്. അപ്പോൾ നെയിം ഇറ്റ് എന്നാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ഇമോഷൻസിനെ ലേബൽ ചെയ്യാൻ മക്കൾക്ക് കഴിയണം. ഓക്കെ, ഇപ്പൊ ഞാൻ സാഡാണ്, ഇപ്പൊ ഞാൻ ബിസിയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്, ഇപ്പൊ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണ്, ഇപ്പൊ ഞാൻ ആങ്കർ. ഇതൊന്നും തിരിച്ചറിയപ്പെടാതെ ആകുമ്പോഴാണ് ഇവരുടെ ഇമ്പൾസീവ് റിയാക്ഷൻസ് കൂടുന്നത്. സോ ഹെൽപ് ദം ടു റെക്കഗ്നൈസ് ദ ഇമോഷൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം ആ കുട്ടികൾക്ക് അത് ലേബൽ ചെയ്യാൻ പഠിക്കണം. അത് അവരെ ഓവർവെൽമിങ് സ്റ്റേജിൽ നിന്ന് എന്ത് ചെയ്യാം, കൺട്രോൾഡ് ബിഹേവിയറിലോട്ട് കൊണ്ടുവരുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇത് സയാൻ എന്ന് പറഞ്ഞൊരു കുട്ടി അല്ലേ, ആൻഡ് ഹി ഷോസ് ആങ്കർ സൈൻസ്. ഭയങ്കര ദേഷ്യം ഒക്കെ കാണിക്കുന്ന ഒരു ബിഹേവിയർ ആണ് ആ കുട്ടിക്കുള്ളത്. അപ്പൊ ആ കുട്ടിയോട് നമ്മൾ പറയാം കാം ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ട്. ആ കുട്ടിക്ക് ആ ഒരു നമ്മൾ വെറുതെ നമ്മളെപ്പോഴും എന്താണ്, ഒരു വിഷമമുള്ള കുട്ടീനോട് ചെന്നിട്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുന്നവര് ഒന്ന് ആശ്വാസപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആദ്യം ആ കുട്ടിയുടെ ഇമോഷനെ നമ്മൾ എന്ത് ചെയ്യണം, ലേബൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. ഐ ക്യാൻ സീ യു ആർ റിയലി മാഡ് റൈറ്റ് നൗ, ഓർ ആംഗ്രി റൈറ്റ് നൗ, ഓർ അപ്സെറ്റ് റൈറ്റ് നൗ എന്ന് നമ്മൾ ആ കുട്ടിയുടെ ഇമോഷൻസിനെ, ഇപ്പൊ ഇതിനെ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയാം നീ ഇപ്പൊ പ്രാന്തായിട്ട് ഇരിക്കുകയാണെന്നുള്ളത്, അങ്ങനെ പറയും. മലയാളത്തിൽ നമ്മൾ ലാംഗ്വേജസിന്റെ കാര്യത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം.
ഇപ്പൊ പല പാരന്റ്സിലും നമ്മൾ കാണുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് അവരവരുടെ മക്കൾക്ക് പുറമെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും ഇപ്പൊ എല്ലാവർക്കും അവരുടെ മാതൃഭാഷ അറിയും എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഷെയിമായിട്ടൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അവർക്ക് മറ്റ് ഭാഷകളൊക്കെ അറിയും, അതായത് ഫ്രഞ്ച് അറിയാം, ജർമ്മൻ അറിയാം, ഏതൊക്കെയോ ഭാഷകൾ അറിയാം, പക്ഷെ മലയാളം അറിയില്ല എൻ്റെ മോൾക്ക്. എഴുതാൻ അറിയില്ല. ചിലപ്പോൾ സ്കൂൾ സിസ്റ്റം കൊണ്ടായിരിക്കാം. ഗൾഫിലൊക്കെ ചിലപ്പം പല സ്കൂൾസിലൊന്നും മലയാളം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ ആസ് എ പ്രൊഫഷണൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു സ്പെഷ്യൽ ട്യൂഷനൊക്കെ വെച്ചു കൊടുക്കുക, മലയാളം വായിക്കാനും പഠിക്കാനും എഴുതാനും. കാരണം മലയാളം കൊണ്ട് എന്താക്കാനാന്ന് ചോദിക്കും. അത് വേറെ ഒരു പ്രൊഫഷണൽ ലെവലിലോട്ടൊന്നും പോകാൻ പറ്റില്ല. ശരിയാ, പ്രൊഫഷണൽ ലെവലിലൊന്നും മലയാളം കൊണ്ട് ഉപകാരം ചിലപ്പോൾ ഉണ്ടായിക്കോളണമെന്നുണ്ടാവില്ല. പക്ഷേ ഇമോഷണൽ തലങ്ങളിൽ കുടുംബ ബന്ധുക്കളുമായിട്ട് ഇടപഴകാൻ, അത് റിലേറ്റീവ്സുമായിട്ട്, പ്രത്യേകിച്ച് ഗ്രാൻഡ് പാരൻസുമായിട്ടും ഏജ് ഓൾഡ് ആയിട്ടുള്ള പാരൻസുമായിട്ട് ബന്ധപ്പെടാൻ അവർക്ക് വേണ്ടത് മലയാളം ലാംഗ്വേജ് ആണ്. അതായത് മലയാളികളാണെങ്കിൽ ഏത് ഭാഷയാണോ അവരുടെ ഒരു മദർ ടങ് ഉണ്ട്, അത് പഠിപ്പിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടുത്തെ കൾച്ചർ പഠിപ്പിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വാല്യൂ ഓറിയന്റഡ് കൾച്ചർ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ദാറ്റ് വിൽ ബ്രിങ് ദം ദ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. ഇപ്പം പല കുട്ടികളെയും കാണുന്ന എന്താണ്, ഗ്രാൻഡ് പാരൻസിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയുന്നില്ല അവർക്ക്. അത് അഭിമാനപൂർവ്വമാണ് പാരൻസ് പറയാറ്, അവന് മലയാളം അറിയാത്തോണ്ടാണ്. അത് കുട്ടിക്ക് തിരുത്തി കൊടുക്കേണ്ട കാര്യമാണ്. മനസ്സിലായി. ഇപ്പൊ കുട്ടി ആയതുകൊണ്ട് നമുക്ക് ചിരിക്കാനൊക്കെ തോന്നും, പക്ഷെ വലുതാകുമ്പോൾ ഇതേ ബിഹേവിയർ ആകുമ്പോൾ അത് പ്രയാസങ്ങളിലോട്ടാണ് കൊണ്ടുപോകുക. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കുട്ടി എവിടുന്നാണോ വരുന്നത് അവിടുത്തെ മാതൃഭാഷ പഠിപ്പിക്കുകയും അവരുടെ നല്ല കൾച്ചേഴ്സ് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും റൂട്ട്സുമായിട്ട് വേരുമായിട്ട് അവരെ കണക്ട് ചെയ്യിപ്പിക്കലും നമ്മൾ എവിടെ ജീവിച്ചാലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടിയുടെ ഡെവലപ്മെന്റിന് എന്നുള്ളതാണ്. എക്സ്ക്യൂസ് മീ. അപ്പം അതൊരു സൈഡ് നോട്ട് ആയിട്ട് പറയുകയാണ്. ഇപ്പൊ ഒരുപാട് കുട്ടികൾ ഈ പ്രശ്നം വരുന്നുണ്ട് എന്നുള്ളതും അവർക്ക് റെസ്പെക്ട്ഫുള്ളി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നറിയില്ല. ഇനിയിപ്പോ ഇംഗ്ലീഷ് ആണ് അവർ സംസാരിക്കുന്ന കഴിഞ്ഞാലും അതിലെ ഈ ഒരു അതിലെ എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള ടേംസ് ഒക്കെ ഉപയോഗിക്കാനും കുറെ എഫ് വേർഡുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇപ്പൊ കുട്ടികൾ കൂടുതൽ ഉപയോഗിക്കാറ്. ആരോടാണ് എന്താണ് സംസാരിക്കാൻ. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ റെസ്പെക്ട്ഫുൾ ലാംഗ്വേജ് ആണ്. കൂടുതൽ പൊളൈറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അതായത് താങ്ക് യു, സോറി എന്നൊക്കെ കൂടുതലുള്ള ലാംഗ്വേജ്. പക്ഷെ ഇതൊന്നും കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവില്ല. പകരം ഈ കാർട്ടൂൺസിൽ കാണുന്ന ഒരു കൈൻഡ് ഓഫ് നെഗറ്റീവ് ലാംഗ്വേജ് ആണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പം അത് മാത്രമാണ് അവർ അബ്സോർബ് ചെയ്യുന്നത്. കാരണം കാർട്ടൂൺസിലായാലും ഫിലിംസിലൊക്കെ അല്ലെ ഏറെക്കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൺ റിലേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇവരെന്ത് വാച്ച് ചെയ്യുന്നു, ഇവരെന്ത് ലാംഗ്വേജ് കാണുന്നു, കേൾക്കുന്നു, ഇതൊക്കെ അവരെ ഇമ്പാക്ട് ചെയ്യും. അപ്പം ട്രൈ ടു കണക്ട് ദം വിത്ത് ദ മദർ ടങ്. ആൻഡ് അതിന് ഇനിയിപ്പോൾ സ്കൂളിൽ അവസരം ഇല്ലെങ്കിൽ അതിനൊരു ട്യൂഷൻ ആഴ്ചയിൽ ഒരു ക്ലാസ്സെങ്കിലും കൊടുക്കുന്നത് നല്ല കാര്യമാണ്. നമ്മൾ അങ്ങനെ പല പാരൻസിനോടും എൻകറേജ് ചെയ്യാറ്. അപ്പം നമുക്ക് കുട്ടികളോട് പറയാൻ പറ്റുന്ന എന്താണ്, ഇപ്പൊ ആങ്കർ സൈൻസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്, ഐ ക്യാൻ സീ ദാറ്റ് യുവർ അപ്സെറ്റ് റൈറ്റ് നൗ. നീ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണല്ലേ, ഇപ്പം നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ എന്നുള്ള രീതിയിൽ. നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളും ദേഷ്യത്തോടെ അല്ല പറയാം. പകരം എനിക്കറിയാം നീ അപ്സെറ്റ് ആണ് ഇപ്പം, ലെറ്റ്സ് ടേക്ക് ഡീപ് ബ്രെത്ത്സ് ടുഗദർ. അതായത് ഡീപ് ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. കാരണം ബ്രീത്തിങ് ടെക്നിക്സ് അല്ലെങ്കിൽ സ്ക്വയർ ബ്രീത്തിങ് അല്ലെങ്കിൽ ഡയഫ്രം ബ്രീത്തിങ് ഒക്കെ കുട്ടികളുടെ ബ്രെയിനിനെ, കുട്ടികളെ നല്ല വലിയവർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു 5 minutes ഒക്കെ നമ്മൾ ഒരു ദിവസം രാവിലെയോ വൈകുന്നേരം ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ബ്രീത്തിങ് ടെക്നിക്സ് അല്ലെ ബ്രീത്തിങ് മെക്കാനിസം, ഈ ഒരു സ്ക്വയർ ബ്രീത്തിങ്, ഡയഫ്രം ബ്രീത്തിങ് ഒക്കെ. ശരിക്കും ഡയഫ്രം ബ്രീത്തിങ് ഒക്കെ ആന്റി ഡിപ്രസന്റിനോട് ഈക്വൽ ആയിട്ടാണ് പറയുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളൊക്കെ. എക്സ്പേർട്ട് ആയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ അത് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പം അവർക്ക് അവരുടെ പ്രശ്നങ്ങളെ കോറഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡീപ്പ് ബ്രീത്തിങ് അമ്മയും മോനും അല്ലെങ്കിൽ അമ്മയും മോളും അല്ലെങ്കിൽ ആരാണോ അവരുടെ കെയർ ടേക്കർ, അവര് ദേഷ്യം വരുമ്പോൾ ഈ ഒരു ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസിലോട്ട് അവരെ കൊണ്ടുപോവുക. അല്ലെങ്കിൽ വേറെയൊക്കെ നമ്മൾ റിലീജിയസ് ആയിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരുടെ അവർക്ക് അതിന്റെ കുറെ സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഇമോഷൻസിനെ കോറഗുലേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഇമോഷണൽ ഇന്റലിജൻസിനെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. ഇമോഷണൽ ഇന്റലിജൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് എവിടെ എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് അറിയില്ല.
വല്ലാണ്ട് കരയുന്ന കുട്ടികളുണ്ട്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ഭയങ്കരമായിട്ട് കരയുന്ന ആൾക്കാരുണ്ട്, കൺഫ്യൂസ്ഡ് ആവുന്നവരുണ്ട്. ഇതൊക്കെ ഇമോഷണൽ ഇന്റലിജൻസ് കുറയുമ്പോൾ ഉള്ള പ്രശ്നം. അപ്പം ഡോക്ടർ ജോൺ ഗോട്ട്മാൻ ആണ് ഈ ഒരു ഇമോഷണൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് കൂടുതൽ പറയുന്നത്. ഇമോഷണൽ കോച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് ദാറ്റ് വിൽ ഇൻക്രീസ് എംപതി ആൻഡ് സോഷ്യൽ കോമ്പീറ്റൻസ് ഇൻ ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി കമ്മിങ് ടു സെറ്റിംഗ് ബൗണ്ടറീസ് എന്നുള്ളത്. എപ്പോഴും ഇപ്പൊ കാണുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ പെർമിസീവ് പാരന്റിങ് ആണ്, ജെന്റിൽ പാരന്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തും അലൗ ചെയ്യാം. അതായത് ആരോട് എന്ത് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ബിഹേവ് ചെയ്താലും തമാശയാണ്, അത് കുട്ടിയല്ലേ കുഞ്ഞല്ലേ എന്നും പറഞ്ഞിട്ട് അത് ഇപ്പുറത്തിരുന്ന് ചിരിക്കുന്ന മദേഴ്സിനെ ഇപ്പൊ പാരന്റ്സിനെ ധാരാളമായിട്ട് കാണുന്നുണ്ട്. അതിന് അക്നോളജ്മെന്റ് കൊടുക്കണം, നിങ്ങളുടെ സൈലൻസ് പോലും അക്നോളജ്മെന്റ് കൊടുക്കണം. ഇപ്പൊ കുട്ടിയെ കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ കറക്റ്റ് ചെയ്യാന്നുള്ളതും ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും, എവിടെ എന്ത് പറയുക, എങ്ങനെ ബിഹേവ് ചെയ്യുക എന്നുള്ളൊരു ബൗണ്ടറീസ് കൊടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ ബൗണ്ടറീസ് റിയലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലാത്തടത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ കയറി വരുന്നത്. അപ്പം എല്ലാവർക്കും അവരുടെ ബൗണ്ടറീസ് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളൊന്നും കൂടുതൽ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ എനിക്ക് എന്റെ മക്കളുമായിട്ട് കണക്ട് ചെയ്യണം എന്ന്, ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു ഷുഡ് ലെറ്റ് ഗോ ഓഫ് റൂൾസ് എന്നുള്ളതാണ്. അതായത് നിയമങ്ങളൊന്നും പാലിക്കേണ്ട. നമ്മളൊരു രാജ്യത്ത് ജീവിക്കുന്ന, നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന എന്തുകൊണ്ടാണ്? അവിടെ ശക്തമായിട്ടുള്ള റൂൾസ് ഉണ്ടായത് കൊണ്ടാണ്. ഇപ്പൊ നമ്മളെപ്പോഴും പറയും നിയമങ്ങളൊന്നും വേണ്ട, നിയമങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ എല്ലായിടത്തും ഈ ലോകം, ഈ യൂണിവേഴ്സ് ചലിക്കുന്നത് മുഴുവൻ നിയമത്തിന് അടിസ്ഥാനമായിട്ടാണ്, അല്ലെ? ഒരു കുട്ടി ജനിക്കുന്നത് അത് 8 മാസം 9 മാസം 10 മാസം കഴിഞ്ഞിട്ടാണ്. എന്തുകൊണ്ട് ആ കുട്ടി പൊടുന്നനെ ജനിക്കുന്നില്ല? ആ ഒരു ടേം പീരീഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ ആ കുട്ടി കുട്ടിയായി മാറുള്ളൂ. അതിന്റെ മുന്നേ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ യൂണിവേഴ്സിൽ അങ്ങനത്തെ കുറെ നിയമങ്ങൾ അതിന്റെ സൃഷ്ടാവ് വെച്ചിട്ടുണ്ട്. അപ്പം ഈ നിയമങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പോകേണ്ടത്. നിയമങ്ങൾ ഇല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻസും കായോസും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം എന്താണ്, ബൗണ്ടറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു വീടാണെങ്കിലും റൂൾസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാവും. റൂൾസ് വെക്കുന്നത് തെറ്റല്ല, പക്ഷെ അതിൽ റിജിഡിറ്റി കൊണ്ടുവന്ന് ആകെ ഇങ്ങോട്ട് പാടില്ല ഇങ്ങോട്ട് പാടില്ല, 1 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ പ്രശ്നം, ദേഷ്യം വരിക, ഇവിടെയാണ് പ്രശ്നം. ഫ്ലെക്സിബിലിറ്റിയും കൂടി വേണം കുറച്ചൊക്കെ. അപ്പോൾ ബൗണ്ടറീസ് ആർ റിയലി എസെൻഷ്യൽ, ബട്ട് ഷുഡ് ബി ഡെലിവേർഡ് വിത്ത് വാംത്ത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു സ്നേഹത്തോടെ ആയിരിക്കണം ബൗണ്ടറീസ് നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഒരു സ്നേഹത്തിന്റെ ഒരു റൂൾസും കാര്യങ്ങളും വാംത്തൊക്കെ വെച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം ഒരു കുട്ടിക്ക് 7 മണിക്ക് ശേഷം നമ്മൾ വീട്ടിലൊരു നിയമം വെച്ചിരിക്കുകയാണ്, 7 മണിക്ക് ശേഷം വൈകുന്നേരത്തിന് ശേഷം ആരും സ്ക്രീൻ കാണില്ല, അല്ലെ മൊബൈലോ ടി വി ഒന്നും കാണുന്നില്ല എന്നൊരമ്മ ഒരു റൂള് വെച്ചിരിക്കാന്ന് വിചാരിച്ചോളൂ. അപ്പം അവിടെ കുട്ടി എന്ത് ചെയ്യും? ചിലപ്പോൾ പറയും 7 മണിക്ക് ശേഷം എനിക്ക് ഇനിയും കാണണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ. അപ്പൊ അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, നമുക്ക് പറയാം, ഐ നോ യു വാണ്ട് മോർ ടൈം, എനിക്കറിയാം നിനക്ക് പിന്നെ എന്താണ് കൂടുതൽ സമയം വേണം എന്നുള്ളത് എക്നോളജ് ചെയ്യാം. ഐ നോ യു വാണ്ട് മോർ ടൈം, നിനക്ക് കുറച്ചും കൂടി മൊബൈലൊക്കെ വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട് എന്ന് എനിക്കറിയാം. ഐ അണ്ടർസ്റ്റാൻഡ്, ഇറ്റ്സ് ഫൺ, അതിൽ നല്ല രസങ്ങളൊക്കെ ഉണ്ടെന്നും എനിക്ക് മനസ്സിലാവും, ഒക്കെ മനസ്സിലാവും എന്നുള്ളത് പറയാം. അത് എക്നോളജ് ചെയ്യാണ് ഫീലിങ്സ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ റൂൾ എന്തിനാ കൊണ്ടുവന്നിരിക്കുന്നത്? ബട്ട് ദിസ് റൂൾ ഹെൽപ്പ് us ഓൾ സ്ലീപ് ബെറ്റർ. പക്ഷെ ഈ റൂൾ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ ഉറങ്ങാനും ഫ്രഷ് ആയിട്ട് എണീക്കാനൊക്കെ പറ്റും എന്ന് പറഞ്ഞ് അത് അക്നോളജ് ചെയ്യുന്നു. പിന്നെ നമ്മൾ റീസൺ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? കുട്ടിക്ക് റീസണും കുറെയൊക്കെ മനസ്സിലാവും. അപ്പൊ നമ്മൾ ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? അവർക്ക് മനസ്സിലാവും, ഓക്കെ അമ്മ റീസൺ പറഞ്ഞു, എനിക്ക് ഇനി സമയം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു ബോധ്യം നമ്മൾ അക്നോളജ് ചെയ്തുകൊണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ എംപതിയും, നമ്മൾ എന്താണ് എംപതി ആൻഡ് ഫേംനെസ്, ഈ 2 കാര്യങ്ങളും കൂടി നമ്മൾ ടുഗദർ ആയിട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾക്ക് കാര്യങ്ങൾ, നമ്മൾക്ക് അതുപോലെ ഫേംനെസ്സും വേണം, നമ്മൾക്ക് നല്ല എക്സ്ക്യൂസ് വരും. അപ്പോൾ എംപതി ആൻഡ് ഫേംനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
അപ്പൊ ഡോക്ടർ ഡാനിയൽ പറയുന്ന ഒരു കാര്യമാണ്, അതായത് ഫേം ബട്ട് ഫെയർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ഫേം ബട്ട് ഫെയർ എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട്. സോറി, നമ്മുടെ ഫേം ബട്ട് ഫെയർ, ഫെയർ ആയിക്കൊണ്ട് വേണം നമ്മൾ ഫേം ആവാൻ. ഇത് ഡോക്ടർ ഡാനിയൽ സിഗൽ പറയുന്ന ഒരു ഫ്രേസ് ആണ്, ഫേം ബട്ട് ഫെയർ. അതായത് ഈ ഒരു ഫേമും ബട്ട് ഫെയറും ആയിട്ടുള്ള നമ്മൾ വാമത്തോടുക്കനെ കൂടി എമ്പതിയോടുക്കനെ കൂടി ഫേംനെസ് കാണിച്ചാൽ ദാറ്റ് വിൽ ബ്രിങ് മെയിൻറ്റെയിൻ ട്രസ്റ്റ് എന്നുള്ളതാണ്. വിശ്വാസം കൊണ്ടുവരും, കൺസിസ്റ്റൻസി കൊണ്ടുവരും, അതുപോലെ തന്നെ നല്ലൊരു ബിഹേവിയർ കൊണ്ടുവരും. അത് ക്ലിയർ ആയിരിക്കും. 3 C's ആയിരിക്കും ഇതിന്റെ റിസൾട്ട്. ഒന്ന് ക്ലിയർ ആയിരിക്കും, പിന്നെ ഒന്ന് കൺസിസ്റ്റന്റ് ആയിരിക്കും, പിന്നെ കമ്പാഷനേറ്റ് ഉണ്ടായിരിക്കും. കമ്പാഷനും കൂടെ ഉണ്ടാവും. അപ്പൊ കൺസിസ്റ്റൻസി നിലനിർത്താനും ക്ലാരിറ്റി നിലനിർത്താനും കമ്പാഷൻ നിലനിർത്താനും ഫേം ബട്ട് ഫെയർ കൈൻഡ് ഓഫ് റൂൾസ് കൊണ്ടുവരിക, ബൗണ്ടറീസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ടെക്നോളജിയാ പ്രശ്നങ്ങളെ, പിന്നെ നിനക്ക് എത്ര തന്നാലും നിന്റെ പൂതി തീരില്ല, നിനക്ക് വീണ്ടും വീണ്ടും ഇത് തന്നെ ആയിരിക്കും, എത്ര മണിക്കൂർ തന്നാലും ഇങ്ങനെയൊന്നും. ഈ ഡയലോഗ്സ് ഒക്കെ നമ്മളെ വെറുതെ എക്സോസ്റ്റ് ചെയ്യാന്നല്ലാണ്ട് കുട്ടിക്ക് ഉപകാരപ്പെടുന്നില്ല, നമ്മൾക്ക് ഉപകാരം. പകരം acknowledge the thing, I know you want more time and it's really fun, but എന്ന് പറഞ്ഞ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, എക്സ്ക്യൂസ് മീ, സ്ക്രീൻ ടൈം ബൗണ്ടറി. ഇപ്പൊ മെയിൻ പ്രശ്നം സ്ക്രീൻ ടൈം ആണ് അല്ലെ, ഇല്ലെങ്കിൽ അതൊരു സ്ക്രീമിംഗ് ടൈം ആയിട്ട് മാറുന്നുണ്ട്. അപ്പോ സ്ക്രീൻ ടൈം ഈക്വൽ ടു സ്ക്രീം. സ്ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളമാണ്. ഈ സ്ക്രീൻ ടൈം കൊടുത്തതിന് ശേഷം പിന്നെ വീട്ടിൽ മുഴുവനും ഒച്ചപ്പാടും ബഹളമാണ്, ഭയങ്കര ദേഷ്യം. അമ്മയ്ക്ക് ദേഷ്യം വരും, കുട്ടികൾക്ക് ദേഷ്യം വരും, അച്ഛന് ദേഷ്യം വരും, എല്ലാവർക്കും മൊത്തത്തില് ദേഷ്യമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ സ്ക്രീൻ ടൈം മീൻസ് സ്ക്രീൻ ടൈം ആണ്. അപ്പോൾ സ്ക്രീമിങ് കുറക്കണമെങ്കിൽ സ്ക്രീൻ ടൈം കുറയ്ക്കുക, സ്ക്രീൻ ടൈം ബൗണ്ടറീസ് കൊണ്ടുവരിക, അതിൽ ഫേം ആവുക, ബട്ട് ബി ജെന്റിൽ എന്നുള്ള കാര്യങ്ങളും നോക്കുക. ഇനി വരുന്നതാണ് സെൽഫ് കെയർ ഫോർ മദേഴ്സ്. ഇത് നമ്മൾ എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. സെൽഫ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുക, അവിടെ കുറെ കാശ് കൊണ്ടേ കൊടുക്കുക, ഷോപ്പിംഗ്, ഇതൊന്നും അല്ല. അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരാൻ വേണമെങ്കിൽ, അതൊക്കെ നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരുന്ന അതിനുള്ള ഒരു ഫെസിലിറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് എല്ലാ ഡേയിലും നമ്മൾ സെൽഫ് കെയർ കൊണ്ടുവരണം എന്നുള്ളത്, അതായത് റീചാർജ് ചെയ്യണമെന്ന്. എങ്ങനെയാണ് നമ്മൾ പറയും അല്ലേ, കാലിയായിട്ടിരിക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് നമുക്കൊന്നും പകർത്താൻ കഴിയില്ല എന്നുള്ളത്. യു കാൺ പോർ ഫ്രം ആൻ എംപ്റ്റി കപ്പ്. ഇത് ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാവും. നമ്മളെപ്പോഴും ഫിൽഡ് ആയിരിക്കണം. അപ്പൊ നമ്മളിപ്പോ ഫിൽഡ് ആയിരിക്കുന്നത് എപ്പോഴും നെഗറ്റിവിറ്റി കൊണ്ടാണ്. റീൽസ് ഒക്കെ കാണും, അല്ലെങ്കിൽ മറ്റുള്ള ചേച്ചിമാരോ മറ്റുള്ളവരോ ചെയ്യുന്ന, അമ്മമാരോ ചെയ്യുന്ന യൂട്യൂബൊക്കെ കാണാം. എന്നിട്ട് പറയും അവരെത്ര ഹാപ്പി. എനിക്ക് വന്നൊരു ക്ലയന്റ്, റീസെന്റ് ആയിട്ട് വന്നൊരു ക്ലയന്റ്, ആള് ഭയങ്കര കഴിവും ഒരുപാട് പഠിച്ചൊക്കെ കുട്ടിയാണ്. പക്ഷെ കുറച്ച് എന്തോ കുട്ടിയൊക്കെ ആയതുകൊണ്ട് തന്നെ എന്താണ്, ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല ആൾക്ക്. അപ്പം ആൾ അതിനൊരു റീസൺ, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അതിന്റെ റീസൺ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ റീൽസ് ഒക്കെ നോക്കുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ എല്ലായിടത്തും പോകുന്നു, അവര് ജോലി ചെയ്യുന്നു, അവര് ഹാപ്പി ആയിട്ടിരിക്കുന്നു, അവരും പഠിച്ചിട്ടുണ്ട്, പക്ഷെ അവര് ജോലി ചെയ്യുന്നില്ല, അവര് ഹാപ്പിയാണ്. കാരണം എന്താണ്, അതെങ്ങനെ മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റീൽസിലൂടെ മനസ്സിലായി. ഓക്കെ, ഇപ്പൊ റീൽസ് ഈക്വൽ ടു റിയൽ ലൈഫ് എന്നുള്ള ഒരു സ്റ്റൈൽ എല്ലാവരുടെയും മനസ്സിൽ ഇംപ്രിന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു കൈൻഡ് ഓഫ് ഷോ ഓഫ് പ്ലാറ്റ്ഫോം ആണ്. അവരുടെ റിയൽ ലൈഫ് നിങ്ങൾ കാണുന്നില്ല. അവർ ചിലപ്പം കൗൺസിലിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ചിലപ്പോൾ അതിജീവിച്ചിട്ടുണ്ടായിരിക്കും അവരുടെ പ്രോബ്ലം, അല്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നതായിരിക്കാം. വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ ശരിക്കും റിയൽ ലൈഫിൽ അവര് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെപ്പോഴും കമ്പാരിസൺ ആണ് 24/7. മറ്റേതെന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അവരെ എപ്പോഴാണോ നേരിട്ട് കാണുന്നത് അപ്പൊ മാത്രമുള്ള അവരെ കുറിച്ച് അപ്ഡേറ്റ്സ് കിട്ടാറ്. ഇപ്പൊ 24/7 നമുക്ക് ഇവരെ കുറിച്ച് അപ്ഡേറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുക. വാട്സപ്പ് സ്റ്റാറ്റസ് ആയാലും സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിലായാലും. അപ്പൊ ഇത് പലരെയും മാനസികമായിട്ട് തളർത്തുന്നുണ്ട്. കാരണം എന്താണ്, കമ്പാരിസൺ. അവരുടെ ലൈഫിൽ അതുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അതില്ല, ഞാൻ അവരെക്കാട്ടിലും മെച്ചപ്പെട്ട് പഠിച്ചിരുന്ന കുട്ടിയാണല്ലോ, എന്നിട്ട് എന്റെ ലൈഫ് ഇങ്ങനെ ചുമ്മാ നമ്മളിലോട്ട് ആൻസൈറ്റിയും ഡിപ്രഷനും ഇങ്ങനെ
ഈ ഒരു സോഷ്യൽ മീഡിയാസ് കാരണം വരുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തും ഇങ്ങനെ കാര്യം പേഴ്സണലൈസ്ഡ് ആയിട്ട് എടുക്കുന്നതിന്റെ മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ലൈഫിലും എൻ്റെ ലൈഫിനെ പോലെ പ്രോബ്ലംസ്, കാരണം പ്രോബ്ലം ഇല്ലാത്ത ലൈഫ് ആർക്കും ഉണ്ടാവില്ല. അത് തെറ്റാണ്. എല്ലാവരും ഒരാൾക്കും അങ്ങനെ ഒരു ഫുള്ളി ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള ലൈഫ് ഇല്ല. അവരുടേതായിട്ടുള്ള ടെൻഷൻസ്, പണമുള്ള ആൾക്കാർക്ക് പണത്തിന്റെ സ്ട്രെസ് ആയിരിക്കും, എവിടെ നിക്ഷേപിക്കണം, എങ്ങനെ ഇൻകം കിട്ടും. പണം ഇല്ലാത്തവർക്ക് എങ്ങനെ പണം ഉണ്ടാക്കണം, ജോലി ഇല്ലാത്തവർക്ക് എങ്ങനെ ജോലി ഉണ്ടാക്കണം, ജോലിയുള്ളവർക്ക് എങ്ങനെ ജോലിയുടെ സ്ട്രെസ് കുറയ്ക്കണം, കുട്ടിയുള്ളവർക്ക് എങ്ങനെ കുട്ടികളെ നോക്കി വളർത്തണം, കുട്ടി ഇല്ലാത്തവർക്ക് അതില്ലാത്ത, അങ്ങനെ ദുഃഖങ്ങളില്ലാത്ത ജീവിതം ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെയൊക്കെ ചെയ്യേണ്ടത്, നമ്മൾക്ക് സ്ട്രെസ് വരും, ദാറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ്, ബട്ട് ഐ നീഡ് ടു ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്. ഇത് എന്നെ ബാധിക്കണോ ബാധിക്കണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്നുള്ളൊരു തീരുമാനം നമ്മൾ വരും. അപ്പം ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇമോഷണൽ റെഗുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഇമോഷണൽ റെഗുലേഷൻ ആയിരിക്കും നമ്മുടെ മക്കളുടെ ഇമോഷണൽ റെഗുലേഷനെ ഇമ്പാക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു അമ്മ ഒരു കാലത്തും ഉറങ്ങാത്ത ഒരു അമ്മയാണെങ്കിൽ, അതായത് സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ട് ഉറക്കം ശരിയല്ലാത്ത ഒരു അമ്മയ്ക്ക് എപ്പോഴും സ്ലീപ്പ് ഡിപ്രൈവേഷനും സ്ട്രെസ്സും ഒക്കെ കൂടുതലാണെങ്കിൽ, കുട്ടികളുടെ ചെറിയ ബിഹേവിയേഴ്സ് പോലും ഇവരെ ഓവർവെൽമിങ് ഫീലിങ്ങിലോട്ട് കൊണ്ടുപോകും, ട്രിഗേഴ്സ് ആയിരിക്കും. പിന്നെ ചില വീട്ടിലിരിക്കുന്ന അമ്മമാരായാലും അവർ ചെയ്യുന്ന, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ചെയ്യുന്ന വെച്ചാൽ ഒരുപാട് കോഴ്സിനൊക്കെ അങ്ങ് ജോയിൻ ചെയ്യും. ഒരുപാട്, ഇന്നിപ്പോ അങ്ങനെയാണല്ലോ, ഓൺലൈൻ കോഴ്സുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് അങ്ങ് പല കാര്യങ്ങളിലും ജോയിൻ ചെയ്തിട്ട് ഓവർവെൽഡ് ആയിട്ടിരിക്കും. അതും കംപ്ലീറ്റ് ആവില്ല, ഇതും കംപ്ലീറ്റ് ആവില്ല. അപ്പൊ നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെന്ന് കയറിയിരിക്കുക എന്നുള്ളത്, നമുക്ക് നമ്മളെ മാറ്റാനും, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സർട്ടിഫിക്കറ്റ്സും അവാർഡ്സും ഒന്നും മാത്രമല്ല, നമ്മുടെ ബിഹേവിയറൽ ചേഞ്ച് ആണ് ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബിഹേവിയറിൽ മാറ്റം കൊണ്ടുവരിക. നമ്മൾ എന്തിനാണോ പഠിച്ചത്, നല്ലൊരു ഫാമിലി സിസ്റ്റത്തിനോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളില്ലേ, നല്ല സമാധാനം നിറഞ്ഞ ഒരു ലൈഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കഷ്ടപ്പെടുന്നത്. അപ്പം അത് സമാധാനം കെടുത്തുന്ന കാര്യങ്ങളിലോട്ട് നമ്മൾ പോവാണ്ടിരിക്കുക, ലൈഫിനെ ബാലൻസ് ചെയ്യാൻ പഠിക്കുക, ഇമോഷണൽ റെഗുലേഷൻസിന് വരിക. അപ്പൊ അതിനൊക്കെ നമുക്ക് സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു അമ്മയ്ക്ക് ആൻസൈറ്റി ഉള്ള ഒരു അമ്മയാണെങ്കിലും, ഓക്കെ, ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ, ആൻസൈറ്റി ഒക്കെ ഉള്ള വീട്ടിലെ ഒരു അങ്ങനെ വളരുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ എപ്പോഴും നോക്കിയാലും എപ്പോഴും ദേഷ്യം, അല്ലെങ്കിൽ കുട്ടികളോട് എപ്പോഴും നമുക്ക് എന്താ പറയുക, എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരായിരിക്കും. കാരണം എന്താണ്, അമ്മയ്ക്ക് ആൻസൈറ്റി പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പം ആ അമ്മ ചെയ്യേണ്ടത്, കുട്ടികളോട് ഞാൻ എന്തിനു ദേഷ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് സ്വയം കരഞ്ഞിരിക്കാണ്ട്, അവർക്ക് ആങ്കർ ഔട്ട്ബേസ്റ്റുകൾ ഉണ്ടെങ്കിൽ ദേ ഷുഡ് ഗോ ആൻഡ് സീക്ക്, എന്ത് ചെയ്യണം, പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക എന്നുള്ളതാണ്. കാരണം അതിലൂടെ മാത്രമേ പുറത്തോട്ട് വരാൻ പറ്റുള്ളൂ. അതിനെ നമ്മൾ നാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു തലമുറയെ ബ്രേക്ക് ചെയ്യണം. ഈ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആദ്യം നമ്മൾ അക്നോളജ് ചെയ്യണം, എന്നിട്ട് അതിന് വേണ്ട റെമഡിയൽ മെഷേഴ്സ് എടുക്കുക. ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടി വരും, ചിലത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടിയിട്ടുണ്ടാവും, കിട്ടാത്തവർ അത് പഠിച്ചെടുക്കുക. എല്ലാ സ്കിൽസും നമുക്ക് പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതിന് ആദ്യം നോളജ് വേണം. നോളജ് ലീഡ്സ് ടു ആക്ഷൻ എന്നാണ് പറയുന്നത്. നമ്മളുടെ അറിവാണ് നമ്മുടെ പ്രവൃത്തിയിലോട്ട് നയിക്കുന്നത്. ചില ആൾക്കാരുടെ അറിവ് കിട്ടിയിട്ടും പ്രവർത്തന തലത്തിലോട്ട് വരാത്തവരുണ്ട്, അവർക്ക് ഇറ്റ്സ് എ വേസ്റ്റേജ് ഓഫ് നോളജ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദ്യം മൈൻഡ്ഫുൾ ആയിരിക്കണം, എവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ എനിക്കുണ്ടെന്നും നമ്മൾ ആദ്യം ട്രാൻസ്ഫോം ആണ്. നമ്മൾ കുട്ടികളോട് മാറാൻ പറയുമ്പോൾ അവരോട് മാറാൻ പറയാൻ, മറ്റൊരാളോട് മാറാൻ പറയാൻ എളുപ്പമാണ്, നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പൊ ഒരു ഭർത്താവിനെ നമുക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എത്രത്തോളം മാറിയിട്ടുണ്ട്, നമ്മളുടെ ബിഹേവിയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യം വി ഷുഡ് ട്രൈ ടു ചേഞ്ച് അവർ സിറ്റുവേഷൻ. എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ടത്. ഓക്കെ, ഇതൊക്കെ അഗെയിൻ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസസിലെ കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. അതായത് ഭയങ്കര അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ നിൽക്കുന്ന ആൾക്കാരോടല്ല ഇത് പറയുന്നത്, അതിനെ വേറെ തരത്തിൽ ടാക്കിൾ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? ഇവിടെ ജനറലി നമ്മളുടെ അല്ലെങ്കിൽ നമ്മുടെ ആങ്കർ മാനേജ്മെന്റും കാരണം നമ്മൾ വീട്ടിലോട്ട് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന കുറെ കേസസ് വരാറുണ്ട്. അവർക്ക് ബിഹേവിയറൽ ഇഷ്യൂസ് അറിയാത്തതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കുട്ടികളെ ബ്രേക്ക് ചെയ്യുന്ന അത്തരം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യണം. മറ്റേതൊക്കെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ, കേസ് ഹിസ്റ്ററിയും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നോക്കി വേണം അതിന്റെ ഒരു കാര്യം വരും. അബ്യൂസീവ് റിലേഷൻഷിപ്പിലൊന്നും നമ്മൾ ഒരിക്കലും നിൽക്കാൻ പറയില്ല. പകരം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നിയമപരമായിട്ട് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്തേക്കണം. ഓക്കെ, സോ
അപ്പൊ നമ്മളിവിടെ സെൽഫ് കെയർ ഫോർ മദേഴ്സ് ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് സിസ്റ്റം, നിങ്ങളുടേതായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പെട്ടെന്നൊരു ഇമോഷണൽ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നവരോട് സംസാരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പാരന്റിങ് ടെക്നിക്സ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാം. നമ്മുടെ റെസ്പോൺസസ്, നമ്മളെ റിയാക്ഷൻസ് അവോയ്ഡ് ചെയ്ത് റെസ്പോൺസസ് ഇമ്പ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെ ചിൽഡ്രനുമായിട്ടൊരു കൊളാബറേറ്റീവ് വർക്ക് നമ്മൾ കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആങ്കർ മാനേജ്മെന്റും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കുറേയൊക്കെ കോപ്പിംഗ് മെക്കാനിസംസ് ഉപയോഗിച്ച് നമുക്ക് പ്രശ്നങ്ങളെ തിരുത്താം. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാം. ചിലവർക്ക് ചിലപ്പം മെഡിക്കേഷൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവും. അപ്പം മെഡിക്കേഷൻ ഒന്നും പോകാൻ അങ്ങനെ ഒരു നെസസിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പോകണം എന്നുള്ളതാണ് ഞാൻ പറയാറ്. കാരണം അതൊന്നും മെഡിക്കേഷൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് ചിലർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ കുട്ടികളെ ബ്രേക്ക് ചെയ്ത് അവരെ ഒരു മാനസിക രോഗിയാക്കി മാറ്റുന്നതിന് പകരം നമ്മൾക്ക് വന്നു പോയത് നമ്മൾ തന്നെ മെഡിക്കേഷനൊക്കെ കഴിച്ച് നല്ല രീതിയിൽ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തിട്ടൊക്കെ വരിക. അത് ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതിനൊക്കെ, അല്ലെങ്കിൽ ആങ്കർ ഔട്ട് ബേസ്റ്റുകളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി ഒരു പ്രൊഫഷണൽ സഹായത്തോടു കൂടി ഡയഗ്നോസ് ചെയ്ത് മരുന്ന് കഴിക്കേണ്ടവരുണ്ടെങ്കിൽ മരുന്ന് കഴിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പൊ ഇതും കൂടി കൂട്ടത്തിൽ ഞാൻ പറയുകയാണ് ബേസിക്കലി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സയൻസ് ബിഹൈൻഡ് കണക്ഷൻസ് ആണ്. അപ്പം ഈ ഒരു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ല് തന്നെയാണ്. അതുപോലെ തന്നെ നല്ലൊരു പാരന്റിങ് സ്ട്രാറ്റജി ദാറ്റ് ഈസ് ഗ്രൗണ്ടഡ് ഇൻ സയൻസ് ആണ് ഈ കണക്ഷൻ എന്ന് പറയുന്നത്. എന്താ കാരണം? ബിക്കോസ് ചിൽഡ്രൻ വിൽ ഫീൽ സേഫ്, സീൻ ആൻഡ് സൂത്തൻ എന്നാണ്. അതായത് കുട്ടികൾക്ക് നല്ലൊരു വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഈ കണക്ഷൻ കൊണ്ടുവരിക എന്നുള്ളത്. ഒരു കോപ്പറേഷൻ, കൊളാബറേറ്റീവ് വർക്കിനെയാണ് ഇത് എപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ കാര്യത്തിലോട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം, ഇതായിരിക്കണം നമ്മൾ ക്ലിയർ ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം, കമ്പാഷനായിട്ട് ആയിരിക്കണം, ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. അതിനൊക്കെ നമ്മൾ നല്ലൊരു ഇമോഷണൽ കോച്ചിങ്ങും മറ്റുള്ള കാര്യങ്ങളും, കുട്ടികളാണ് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കണം. ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യാണ്ട് പ്രശ്നങ്ങളുള്ള സമയത്ത് എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് എവിടെ ട്രിഗർ വരുന്നു, ട്രിഗേഴ്സ് മാനേജ് ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇപ്പൊ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പവർ ഓഫ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്നുള്ളത് ഇപ്പൊ ഏറെക്കുറെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പല കാര്യങ്ങളിലോട്ടും പോയിട്ടുള്ളൂ. ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ നമ്മൾ അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെന്റർ ഒരു കോഴ്സ് അമ്മമാർക്കായിട്ട് മാത്രം ഇറക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ വരും. അതായത് ജേർണി ഓഫ് എ മദർ അണ്ടർസ്റ്റാൻഡിങ് യുവർ ചൈൽഡ് സൈക്കോളജി എന്നുള്ളതാണ് ആ കോഴ്സിന്റെ പേര്. ഒരു 3 മാസത്തെ കോഴ്സാണ്. അപ്പം അതിന് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ വരും. റെക്കോർഡിങ്സും അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ടും ചൈൽഡ് സൈക്കോളജി പഠിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ടീച്ചർ ആയാലും വേണ്ടില്ല, അമ്മയായാലും വേണ്ടില്ല, ചൈൽഡ് സൈക്കോളജി പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമുക്ക് ബ്രെയിൻ ഡെവലപ്മെന്റും കാര്യങ്ങളും ഇമോഷണൽ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം കൂടുതൽ പഠിക്കണം താല്പര്യമുള്ളവർക്ക് ആ കോഴ്സിന് ജോയിൻ ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ ഇടാവുന്നതാണ്. ഇവിടെ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓ, ഗ്ലിച്ചിങ്. ഓക്കെ, സോറി, ഇവിടുന്ന് ആയിരുന്നോ ഉണ്ടായിരുന്നത്? ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട്സ് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ എവിടെ എല്ലാവരും ഉണ്ടോ? എനിക്ക് നിങ്ങളെ കാണുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? സോ വർക്കിംഗ് മോംസ് ആൻഡ് കിഡ്സ് സഫർ ദിസ് പ്രോബ്ലം മോർ ഇൻകൺസിസ്റ്റൻസ്. വാട്ട് ഡു യു തിങ്ക്? ഇവിടെ ഒന്നും കൂടി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? വാട്ട് ഈസ് യുവർ ഡൗട്ട്? അല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയാം. യെസ്, നമ്മൾ ഗ്രൂപ്പിലിടും കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും.
ലുബ്ന ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാവോ? ഓ, യു കാണ്ട് അൺമ്യൂട്ട്. മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടി തരാം. അതിന്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നമുക്ക്. എക്സ്ക്യൂസ് മീ മാം, ഈ ഗ്രൂപ്പ് ലിങ്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഏതാണ്? അത് ഡീറ്റെയിൽസ് വരുമെന്ന് പറഞ്ഞല്ലോ. ആ, ഓക്കെ. അത് നിങ്ങൾക്ക് ഈ ലിങ്ക് എവിടുന്നാണ് കിട്ടിയിട്ടുള്ളത്? അതിലാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെത് ഉണ്ടായിരുന്നത് കേട്ടോ. അത് വേറൊരാളെ സ്റ്റാറ്റസ് ഒന്നും കണ്ടിട്ട് അങ്ങനെ നോ പ്രോബ്ലം. ജോയിൻ. ഞാൻ പറ്റുവാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇടാം. അതിൽ ഓക്കെ ഓക്കെ. ആരപ്പം സംസാരിച്ചത്? ലുബ്നയ്ക്ക് മാത്രമാണോ അത് ചെന്നത്? എവ്രി വൺ ഇൻ മീറ്റിംഗ്. അപ്പൊ ലുബ്ന ചോദിച്ച ചോദ്യം, ലുബ്ന വർക്കിംഗ് ആണോ? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? യെസ് മാം. അതെ, പറ്റുന്നുണ്ട്. അപ്പം അതാ ഞാൻ ഗ്രൂപ്പ് ലിങ്ക് അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ. സോ എനി ഡൗട്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ക്വസ്റ്റ്യൻസ്? ലുബ്ന ചോദിച്ചു, സോ വർക്കിംഗ് മോംസ് ആൻഡ് കിഡ്സ് സഫർ ദിസ് പ്രോബ്ലം മോർ. വർക്കിംഗ് മോംസിന്റെ കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ എപ്പോൾ നോക്കിയാലും നമുക്ക് വർക്കിംഗ് മോംസ് എന്ന് എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് ഞാൻ പറയാണ് കേട്ടോ ലുബ്ന. വർക്കിംഗ് മോംസ് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മളുടെ സെഷനിലോട്ട് വരുന്ന ഒട്ടുമിക്ക കുട്ടികളുടെ കേസസിൽ വരികയാണെങ്കിലും അവരൊക്കെ അൺഹാപ്പി മോം എന്ന് പറയുന്നതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ട് വരുന്നത്. വെൻ എ മോം ഈസ് അൺഹാപ്പി ദെൻ കിഡ്സ് സഫർ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. അത് വർക്കിംഗ് ആയാലും പിന്നെ അല്ലാതെയാണ്. അപ്പം അമ്മമാർ എത്രത്തോളം സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇനി ഒരു അൺഹാപ്പി മോം വീട്ടിൽ 24/7 ഉണ്ടായാലും കുട്ടികൾ സഫർ ചെയ്യും. വർക്കിംഗ് മോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവൈലബിലിറ്റി കുറവായിരിക്കും. അപ്പം ആ അവൈലബിലിറ്റി പ്രശ്നമാണ്. അതായത് കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോ ഇപ്പൊ അടുത്ത് വന്നൊരു ക്ലയന്റ്, ആള് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മുതിർന്ന ആളാണ്, അവർക്കൊരു മോളൊക്കെ ഉണ്ട്. അപ്പം അവര് പക്ഷെ ഇപ്പോഴും അവരുടെ കേസ് ഹിസ്റ്ററി ഒക്കെ നോക്കി നമ്മൾ അവരോട് കേസ് ഹിസ്റ്ററി ഒക്കെ ചോദിക്കുമ്പോൾ അവരിപ്പോഴും കരയുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോ അമ്മ ഉണ്ടായിരുന്നില്ല, ഞാൻ അപ്പുറത്തെ വീട്ടിലാണ് നിന്നിരുന്നത്. അതായത് നൈബേഴ്സിന്റെ വീട്ടിലാണ്. അവിടുന്ന് ചായയും പലഹാരവും ഒക്കെ കഴിക്കും. അത് അതിന്റെ ഭാഗമായിട്ട് കുറച്ചൊരു സെക്ഷൽ അബ്യൂസ് ഒക്കെ ആ കുട്ടിക്ക് വന്നിട്ടുണ്ട്, പെൺകുട്ടി ആയതുകൊണ്ട്. ഇല്ലെങ്കിലും ഇനിയിപ്പോ സെക്ഷൽ അബ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു പ്രശ്നം, ഈ ഒരു വോയിഡ്, അതായത് ഈ ഒരു പ്രയാസം അവരുടെ ലൈഫിൽ എപ്പോഴും ആ ഒരു ചില സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ വരുന്നത് ഒരു വോയിഡ് ആയിരിക്കും. അപ്പൊ ആ വോയിഡ് ഫില്ല് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ലൈഫ് സിറ്റുവേഷൻ യു നീഡ് ടു ഹാൻഡിൽ ദിസ് വൺ എന്നുള്ളത്. താങ്ക് യു മാം. എന്താ സെറ്റിങ്സിന്റെ പ്രശ്നമായിരുന്നു, എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ. ഇപ്പൊ ശരി? ഓക്കെ. പറയൂല്ലോ. ഞാൻ മാം പറഞ്ഞത് തന്നെയായിരുന്നു ചോദിച്ചത്. അതായത് വർക്കിംഗ് മോംസിന് എപ്പോഴും ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവുമല്ലോ, കൂടുതൽ ടൈം കൊടുക്കാൻ പറ്റുന്നില്ലെന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷെ സ്കൂള് വിട്ട് വരുമ്പം ഞാൻ കുറച്ചാഴ്ചകൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷെ സ്റ്റിൽ ഇപ്പൊ സ്കൂള് വിട്ട് വരുമ്പോ എനിക്ക് അവിടെ നിക്കാൻ, അവരുടെ കൂടെ നിക്കാൻ വന്നപാട് എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അവരെത്തി ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴാണ് ഞാൻ വീട്ടിലെത്തുന്നത്. അപ്പൊ ആ ഒരു ടൈം അവരെന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്നുള്ളൊരു ഗിൽറ്റ് ഫീലിംഗ് എനിക്ക് എപ്പോഴും ഉണ്ട്. അത് വിചാരിച്ച് ജോലി ആ ഒരു 2 hours വേണ്ടിയിട്ട് ജോലി കളയാൻ എനിക്ക് ഒരു മൈൻഡും വരുന്നില്ല. ഓക്കെ. അപ്പൊ വീട്ടില് മക്കള് വരുമ്പോ ആരായിരിക്കും വീട്ടിലുണ്ടാവുക? വിത്തിൻ 1-2 hours ഞാൻ എത്തലുണ്ട്. അവര് കുറച്ചിപ്പോ വലിയ കുട്ടികൾ, അവര് കുറച്ച് വലിയ കുട്ടികളായതിന്റെ ശേഷമാണ്, എലിമെന്ററി സ്കൂളിലൊക്കെ എത്തിയതിന്റെ ശേഷമാണ് ഞാൻ ജോലിക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അവര് മാനേജ് ചെയ്യും. പിന്നെ 1.5 hours ആവുമ്പോഴേക്കും ഞാൻ എത്തും. വന്നതിന് ശേഷം നിങ്ങൾ ഒരു കണക്ഷൻ ടൈം കൊടുക്കുക. കണക്റ്റിംഗ് ടൈം, അവരോട് സംസാരിക്കുക, ഇടപഴകുക. നമുക്ക് ടയർഡ്നെസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരെ വിളിച്ചിരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം,
അവർക്കായിട്ട്, അതായത് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് ചിലപ്പം പുറമേയൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പം പറ്റുന്ന ആൾക്കാരെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു മക്കളൊക്കെ അത്യാവശ്യം വളർന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ജോലിക്ക് പോകുന്നവരും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വന്നതിന് ശേഷം നല്ലൊരു ക്വാളിറ്റി ടൈം കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതായത് 1 മണിക്കൂറൊക്കെ ഒരു ക്വാളിറ്റി ടൈം കൊടുക്കുക, അവരുമായിട്ട് സംസാരിക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക. നമ്മൾക്ക് ജോലിയിൽ വരുന്ന പ്രോബ്ലംസ് അത് വീട്ടിലോട്ട് കൊണ്ടുവന്ന് അതിന്റെ ഫ്രസ്ട്രേഷൻസ്, ദേഷ്യം ഒന്നും കാണിക്കാണ്ട് നമ്മൾ കാര്യങ്ങളെ സ്മൂത്ത് ആയിട്ട് ഡീൽ ചെയ്യാറുള്ളത്. നമുക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് മക്കളെ, നമ്മളെപ്പോഴും പറയുമില്ലേ, കുട്ടികളെ അവരെ നമുക്കിപ്പോ നല്ല കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. ചിലപ്പോൾ ഹസ്ബൻഡിനോടുള്ള ദേഷ്യം പോലും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് കുട്ടികളോടായിരിക്കും പലപ്പോഴും. അപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രസ്ട്രേഷൻസിനെ നമ്മുടെ നല്ല കോപ്പിംഗ് മെക്കാനിസംസ് വെച്ച് അതിനെ ഡീൽ ചെയ്യാം. അതിന് ബ്രീത്തിങ് എക്സസൈസ് എടുക്കാൻ പറ്റും, ജേർണലിംഗ് നല്ലതാണ്, ഇല്ല ഒക്കേഷണലി നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് ആണെങ്കിൽ അത് സീക്ക് ചെയ്യുക. റാദർ ദാൻ ബ്രേക്കിംഗ് എ ചൈൽഡ് എന്നുള്ളതാണ്. റാദർ ദാൻ ബ്രേക്കിംഗ്, നമ്മൾ എന്താ പറയുക, കുട്ടികളെ ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പം ഇപ്പൊ അടുത്ത് വന്ന അതായത് കുറച്ചായിട്ട് എൻ്റെ ഒപ്പം കൗൺസിലിങ്ങിന് വരുന്ന ഒരു അമേരിക്കൻ ക്ലയന്റ് ആണ്. അതായത് അവർ അമേരിക്കയിലാണ് വളർന്നതും ഒക്കെ, മീൻസ് ലൈക്ക് യു എസ് സിറ്റിസൺ തന്നെയാണ്, അല്ലാതെ വേറെ എവിടെന്നെങ്കിലും വന്നതല്ല, അവരവിടെ തന്നെയാണ്. അപ്പൊ അവര് നമ്മളുടെ ക്ലയന്റ് ആയിട്ട് വന്നിട്ട് അവർക്ക് 53 ഇയേഴ്സ് ഓൾഡ്, അവര് 53 വയസ്സായിരുന്നു. അവർക്ക് പേരക്കുട്ടികളും ഗ്രാൻഡ് ചിൽഡ്രനും ഒക്കെ ഉണ്ട്. പക്ഷെ അവര് പറഞ്ഞ് സംസാരിക്കുന്നത് മുഴുവനും അവരുടെ ചെറുപ്പത്തിലുള്ള അമ്മയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ വെച്ചിട്ടാണ്. ഈ 53 to 60 ഇയേഴ്സിന്റെ ഉള്ളിലുള്ള ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നത്. അപ്പം അവർക്ക് ഞാനൊരു ഹോംവർക്ക് കൊടുത്തിരുന്നു. റൈറ്റ് ആൻ ഓപ്പൺ ലെറ്റർ ടു യുവർ മദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോംവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അമ്മ ഇപ്പം ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം, മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അവര് ഒരു ഓപ്പൺ ലെറ്റർ എഴുതിയിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് അവര് പറയുന്ന ഒരു കാര്യം ഐ വാസന്റ് ഇനഫ് ഫോർ യു എന്ന് പറയും, അല്ലേ? അതായത് ഈ സ്ത്രീ പറയുന്നത് അമ്മയ്ക്ക് ഞാൻ പോരായിരുന്നു എന്നുള്ളത്. അപ്പം അമ്മയുടെ വാക്കുകളിൽ നിന്ന് എവിടേക്കെയോ, അവരിപ്പോ വർക്കിംഗ് ആണ്, അവർക്ക് മക്കളുണ്ടായി, അവർക്ക് പേരക്കുട്ടികൾ ഉണ്ടായി, ഗ്രാൻഡ് ചിൽഡ്രൻ ഒക്കെ ഉണ്ടായി, എന്നിട്ട് പോലും അവർ പറയുന്ന കാര്യം എന്താണ്, ഇപ്പോഴും അപ്പൊ ആ ഗ്രീഫിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടി അവർക്ക് തെറാപ്യൂട്ടിക് ഈവന്റ്സ് നടത്തുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് സൈക്കോജനിക് സീസേഴ്സ് വരികയാണ്. അതായത് പെട്ടെന്നായിട്ട് അവർക്ക് സീസേഴ്സ് വരികയാണ്. അതുമായിട്ട് വർക്ക് ചെയ്യും. അത്രയ്ക്കും ഗ്രീഫാണ് അവരുടെ ലൈഫിൽ അമ്മ. എന്നാൽ അവർ സക്സസ്ഫുൾ ആണോ? സക്സസ്ഫുൾ ആണ്. അമേരിക്ക പോലത്തെ രാജ്യത്താണ് ജീവിക്കുന്നത്, അവർക്ക് വർക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തിന്റെ കുറവാച്ചു കഴിഞ്ഞാൽ ഒന്നിന്റെ കുറവില്ല. ബട്ട് ദേ ആർ അൺഹാപ്പി. ഉള്ളില് ഷീസ് അൺഹാപ്പി എന്നുള്ളതാണ്. കാരണം ഒരു അൺഹാപ്പി മദർ വിൽ പ്രൊഡ്യൂസ് അൺഹാപ്പി ചിൽഡ്രൻ എന്നുള്ള ലെവലിലോട്ടാണ് ഇമോഷണലി അത് കൊണ്ടുപോയത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജോലിക്ക് പോകുന്നവരായാലും വേണ്ടില്ല, വീട്ടിലിരിക്കുന്നവരായാലും വേണ്ടില്ല, എവിടെയായാലും നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയണം. ആ ഒരു പീസ്, ഒരു സമാധാനം നമുക്ക് കണ്ടെത്താൻ കഴിയണം. നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അതിന്റെ ഒരു സൊല്യൂഷനിലോട്ട് മറ്റുള്ളവർ വെച്ചുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല. ഓരോരുത്തരുടെ സന്തോഷം കിടക്കുന്ന ഓരോന്നിലാണ്. അപ്പൊ നമ്മൾ മറ്റൊരാളെ പോലെ കോപ്പി ചെയ്യാണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് എന്താണ് വേണ്ടത്, അത് അയാൾക്ക് ഉണ്ടായത് കൊണ്ട് അത് തന്നെ എനിക്ക് വേണം എന്നുള്ളതല്ല. എനിക്ക് എന്താവണം, എനിക്ക് എന്ത് വേണം, എന്റെ നീഡ് എന്താ, എനിക്ക് ഹാപ്പിനെസ് കൊണ്ടുവരുന്നത് എന്താ, അതിലൂടെ എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. അതിൽ വരുന്ന ഫ്രസ്ട്രേഷൻസും ടെൻഷൻസും സ്ട്രെസ്സും നമ്മൾ നല്ല രീതിയിൽ കോപ്പ് ചെയ്യുക. മക്കൾ ഉണ്ടായിട്ട് പഠിക്കാൻ പോകുന്നവർക്ക് സ്ട്രെസ് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഷൗട്ട് ചെയ്യുന്നത് മക്കളോടായിരിക്കും. മക്കളുടെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, മക്കളായതുകൊണ്ട് അങ്ങനെയാണ്, ഇങ്ങനത്തെ നെഗറ്റീവ് സ്ക്രിപ്റ്റിംഗ് ഒന്നും, പോസിറ്റീവ് സ്ക്രിപ്റ്റ് നമ്മൾ ഭാഷയിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം അതൊരു കൈൻഡ് ഓഫ് സെൽഫ് ടോക്ക് ആണ്. നമ്മൾ ഇത് കുട്ടികളോട് പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിലും ഇത് അവരെ കുറിച്ച് നെഗറ്റീവായിട്ട് വരുന്നുണ്ടോ, ഞാൻ ഉണ്ടായതുകൊണ്ട് അമ്മയ്ക്ക് പഠിക്കാൻ കഴിയുന്നില്ല, അമ്മയ്ക്ക് മുന്നോട്ട്, അത് ഇൻസെക്യൂരിറ്റി കൊണ്ടുവരികയാണ്. എന്റെ പ്രസൻസ് അമ്മയ്ക്ക് അല്ലെ വീട്ടുകാർക്ക് ഡിസ്റ്റർബൻസ് ആണ്, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത് എന്റെ ബ്ലോക്ക് കൊണ്ടാണ്. അവരൊക്കെ ഇട്ടെറിഞ്ഞ് നമ്മൾ അവരെ പ്രൊഡ്യൂസ് ചെയ്ത് ഈ ലോകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോൾട്ട് അല്ല. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ പൈസ കൊടുക്കുന്നു, ബില്ല് കൊടുക്കുന്നു, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്
നമ്മളൊരു ഔദാര്യമായിട്ടല്ല ചെയ്യുന്നത്. ഞാൻ അത് വാങ്ങിത്തരുന്നില്ലേ, നിനക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങിത്തരുന്നില്ലേ, ഈ പ്രൊഡക്റ്റ് ആപ്പിൾ വാങ്ങിത്തരുന്നില്ലേ. ഇപ്പൊ ആപ്പിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പ്രൊഡക്ട്സ് ആണ് അല്ലേ, മറ്റേ ഐഫോൺ ആയിട്ടും മറ്റുള്ളത്. അത് വാങ്ങിത്തരുന്നില്ല, നിനക്ക് എന്തിന്റെ കുറവാണ് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ട്. അതൊന്നും കാര്യമില്ല, അതൊക്കെ മെറ്റീരിയലിസ്റ്റിക് തിങ് ആണ്. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മൾക്ക് കൊടുക്കേണ്ടത് ഇമോഷണൽ കണക്ഷൻ ആണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് തിങ്സ് ഇല്ലെങ്കിലും ദേ വിൽ ബി ഹാപ്പി. അവർക്കില്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ടെങ്കിലും അവര് ഫൈനലി ദേ വിൽ ബി ഹാപ്പി, ദേ വിൽ ബി കൺടെന്റ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് ശരിക്കും കൊടുക്കേണ്ടത്? മെറ്റീരിയലിസ്റ്റ് വലിയ വീടോ വലിയ കാറോ ഇതൊന്നും കൊടുത്തോണ്ട് കാര്യമില്ല. യു ഷുഡ് ബി പ്രസന്റ്. പ്രസന്റ് എന്ന് പറയുന്നത് 24/7 പ്രസന്റ് ആവണം എന്നുള്ളതല്ല. നിങ്ങൾ വർക്കിംഗ് വുമൺ ആണെങ്കിൽ ഗീവ് ദം ക്വാളിറ്റി ടൈം. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും. വന്ന പാടെ തന്നെ നമ്മൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത് മൊബൈൽ എടുക്കുന്നു, സംസാരിക്കുന്നു, ഇടപഴകുന്നു എന്നുള്ള പുറം ലോകവുമായിട്ടാണ് നമുക്ക് എപ്പോഴും കണക്ഷൻ. വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് കണക്ഷൻ ഇല്ല. അപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക മക്കളുമായിട്ട് എന്നുള്ളത്. പിന്നെ അവരോട് റീസൺസ് പറഞ്ഞു കൊടുക്കുക. എന്താണ് ഇന്നൊരു കാര്യം സംഭവിക്കാനുള്ള ഒരു കാര്യം, റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഹാപ്പി ഹോം അല്ലെങ്കിൽ ഹാപ്പി മോം, ഇതൊക്കെയാണ് ഒരു കുട്ടിക്ക് വേണ്ടത്. എപ്പോഴും സങ്കടപ്പെട്ടിട്ടും പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാതാവ്, പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷെ കുട്ടിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നല്ലെങ്കിൽ അത് നിങ്ങളൊരു പ്രൊഫഷണലുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ വീട്ടിലെ മറ്റു മുതിർന്നവരുമായിട്ട് സംസാരിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യുക. കുട്ടികളുടെ ഇടയിൽ നമ്മൾ അച്ഛനമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, അല്ലെങ്കിൽ അയാൾ മോശമാണ്, നിങ്ങളുടെ പിതാവ് അങ്ങനെയാണ്. ചിലപ്പോൾ നിങ്ങൾ സെപ്പറേഷൻ്റെ, നമ്മളൊക്കെ ചില പാരന്റ്സ് ഒക്കെ സെപ്പറേഷന്റെ വക്കിലായിരിക്കും. അപ്പൊ അവർ കൂടുതൽ ഉപയോഗിക്കുന്ന വെപ്പൺ ഇതായിരിക്കും, മറ്റൊരാളെ കരിവാരിത്തേക്ക്. അതൊക്കെ നിങ്ങൾ കുട്ടികളിലോട്ട് ഡാമേജ് ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? അതിനാദ്യം ചൈൽഡ് സൈക്കോളജി അറിയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അറിയാണ്ടെയാണ് പണ്ട് കാലങ്ങളിലൊക്കെ ആൾക്കാരൊക്കെ കുട്ടികളെ നറിഷ് ചെയ്തിരുന്നത്. അവരിൽ കുറെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുമുണ്ട്. പണിഷ്മെന്റ് ഈക്വൽ ടു ഡിസിപ്ലിൻ എന്നുള്ളതാണ് അവരുടെയൊക്കെ തത്വങ്ങൾ ഇപ്പോഴും പണ്ട് കാലങ്ങൾ. അപ്പം പണിഷ്മെന്റ് വേണം, പണിഷ്മെന്റ് ഷുഡ് ബി എ കോൺസിക്വൻസ്. അതൊരു കോൺസിക്വൻസ് ആയി മാറണം. അല്ലാതെ അവരെ മുറിപ്പെടുത്തുക അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുക. ഒരുപാട് ആണുങ്ങളും നമ്മളുടെ കൗൺസിലിംഗ് ഇതിലോട്ട് വരുന്നതൊക്കെ സോഷ്യൽ ആങ്സൈറ്റി വെച്ചിട്ട് വരുന്നുണ്ട്. അവർക്ക് ഈ സോഷ്യൽ ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് അവരുടെ പാരന്റ്സ്, ഫാദേഴ്സ് ഒക്കെ അവരോട് പറഞ്ഞ നിന്നെ ഒന്നിനും കൊള്ളില്ല, ഒരൊറ്റ വേർഡായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, നിന്നെ ഒന്നിനും കൊള്ളില്ല, നീ ഇങ്ങനെ പേടിച്ചിരുന്നോ എന്ന് പറഞ്ഞ ഈ ഒരു സെന്റൻസ് ആയിരിക്കും. അവർ 10, 25, 30 വയസ്സായിട്ടും ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അവർക്ക്. ഈ സെന്റൻസ് നമുക്ക് ഒരു നിമിഷം പറയുന്ന വാക്കായിരിക്കും നമ്മുടെ കൈവിട്ടു പോയ. അത് പറഞ്ഞ പാരന്റ് പോലും ഓർക്കുന്നത്, ഞാൻ എപ്പോ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് മാത്സ് പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ആ കുട്ടിയുടെ ഇന്റലിജൻസ് അതിന് പറ്റുന്ന ഇന്റലിജൻസ് അല്ല. അപ്പം എന്താണ്, അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് അമ്മ എന്താണ്, കയ്യിലുള്ള കഞ്ഞിപ്പാത്രം കുട്ടിയുടെ തലയിൽ കമഴ്ത്തുകയാണ്. കാരണം അമ്മയ്ക്ക് മാത്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, മാത്സ് ടീച്ചറും കൂടിയൊക്കെ ആയിരുന്നു. അപ്പൊ ഈ കഞ്ഞി, നിനക്ക് പരീക്ഷയുടെ തലേ ദിവസമാണ്, അവിടെ എന്നും മാത്സിന്റെ എക്സാം തലേന്നാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഈ കഞ്ഞിപ്പാത്രം കുട്ടിയുടെ തലയിൽ, ആ കുട്ടിയുടെ മനസ്സിൽ ഇപ്പൊ 10, 45, 46 വയസ്സായിട്ടുള്ള ആ കുട്ടിയുടെ മനസ്സിൽ ഇപ്പോഴും ആ കഞ്ഞിപ്പാത്രം തലയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ കുട്ടിയുടെ തലയിലൂടെ ആ കഞ്ഞി ഇങ്ങനെ ഒഴുകി വരുന്ന ആ പിക്ചർ ഇംപ്രിന്റ് ആയിട്ടിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇത്, നമ്മൾ ചിലപ്പോ അത് ആ അമ്മയ്ക്ക് ഇപ്പൊ ഓർമ്മ തന്നെ ഇല്ല അങ്ങനെ ഒരു സംഭവം സംഭവിച്ചോ എന്നുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അമ്മയുടെ ഭാഷ. മനസ്സിലായില്ലേ? നമ്മൾ ആരും മനഃപൂർവ്വമായിരിക്കും, പക്ഷെ ഇത് കുട്ടികളുടെ മനസ്സിൽ അവർ ഇനി ഒരു കൗൺസിലർ അടുത്തോ സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ ഇരിക്കുമ്പോൾ അവർ പറയുന്ന കഥകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പോലും അത്ഭുതപ്പെട്ടു. അപ്പൊ നമുക്ക് ആങ്കർ മാനേജ്മെന്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വി നീഡ് ടു ഹാൻഡിൽ ദാറ്റ് വിതൗട്ട് ബ്രേക്കിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ളതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അത് പഠിക്കുക, മനസ്സിലാക്കുക. നമ്മൾക്ക് നമ്മളെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റുള്ളവരോട് മാറാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആദ്യം നമ്മൾ മാറി കാണിച്ചു കൊടുക്കുക. ട്രാൻസ്ഫോർമേഷൻ ഇസ് നോട്ട് ഈസി, ബട്ട് യു ക്യാൻ സ്റ്റാർട്ട് ഇറ്റ് അറ്റ് എനി മൊമെന്റ്. മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ അത് മാറ്റങ്ങൾ കൊണ്ടുവരും, ലൈഫിലെ ക്വാളിറ്റി കൂട്ടും, ലൈഫിൽ പീസ് കൊണ്ടുവരും എന്നുള്ളതാണ്. ഓക്കെ, എനി മോർ ഡൗട്ട്? അതില്ലെങ്കിൽ നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്യാം കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ഈ ലിങ്ക് ഇവിടെ ഉണ്ടല്ലോ, അതിൽ ജോയിൻ ചെയ്യാം. അതിൽ ഡീറ്റെയിൽസ്
വരുന്നതാണ് കേട്ടോ. താങ്ക് യു മാം. നല്ല You're യൂസ്ഫുൾ welcome. ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. താങ്ക് യു. Thank you.